താങ്ക് യു ഫ്രണ്ട്സ് ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. നമ്മൾ പരിശുദ്ധ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. ഈ തിങ്കളാഴ്ച മുതലാണ് നോയമ്പ് ആരംഭിക്കുന്നത്. നോയമ്പിൻ്റെ ഒന്നാമത്തെ ദിവസം തിങ്കളാഴ്ച ശുഭക്കോനം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ നാട്ടുഭാഷയിൽ തലനോയമ്പ് എന്ന് പറയും. ഇത് ശുഭക്കോന ശുശ്രൂഷയിൽ പങ്കെടുത്തിട്ടില്ലാത്തവർ ഈ വർഷം അതിൽ പങ്കെടുക്കാൻ ശ്രമിക്കണം. വളരെ മനോഹരമായ ഒരു ശുശ്രൂഷയാണ്. നമ്മുടെ പള്ളിയിൽ ചെല്ലുമ്പോൾ വരി വരിയായി നിൽക്കുകയും ഓരോരുത്തരായി വരുന്നവർക്ക് ഹസ്തദാനം ചെയ്യുകയും സമാധാനവും നിരപ്പും ആചരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു ശുശ്രൂഷയാണ്. വളരെ അർത്ഥവത്തായ ഒരു ശുശ്രൂഷ. ഒരു ഇടവക പള്ളിയിലെ മുഴുവൻ ആളുകളും ആ പള്ളിയിൽ വന്ന് കൂടുമ്പോൾ അവർ തമ്മിൽ സമാധാനം, നിരപ്പ്, നോയമ്പിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് എല്ലാവരോടും നിരപ്പ് പ്രാപിക്കുക എന്നുള്ളൊരാശയമാണ് ആ ശുശ്രൂഷയ്ക്ക്. ഈ വലിയ നോയമ്പ് ആരംഭിക്കുന്ന തിങ്കളാഴ്ച ഉച്ചനമസ്കാരത്തോടുകൂടി ഉച്ചനമസ്കാരത്തിന്റെ അവസാനത്തെ ഏവെങ്കലിയൻ വായിച്ചതിന് ശേഷം സേവേറിയോസ് പാത്രിയർക്കീസിന്റെ മാനിസോയും ഒരു കൗമായും കഴിഞ്ഞ് ഈ ശുഭക്കോനയുടെ ശുശ്രൂഷ ആരംഭിക്കുന്നതാണ്. വളരെ അർത്ഥവത്തായ ഈ ശുശ്രൂഷയാണ്. കർത്താവേ, നിന്റെ നിരപ്പും സമാധാനവും നിന്റെ ദൈവത്വത്തിന് പ്രീതികരമായ സ്നേഹവും സദാ ഞങ്ങളുടെ ഉള്ളിൽ കുടികൊള്ളുകയും അതിനാൽ ഞങ്ങളെ സദാ ബന്ധിച്ച് അഴിഞ്ഞു പോകാത്ത വിധം ഉറപ്പിച്ചുകൊള്ളുകയും ചെയ്യണമേ. ഞങ്ങൾ ഇടവിടാതെ നിന്നെയും നിന്റെ പിതാവിനെയും ജീവനുള്ള പരിശുദ്ധ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും സ്തുതിക്കുമാറാകണമേ. സ്വർഗീയ സമാധാനമാകുന്ന പിതാവേ, നിനക്ക് സ്തുതി. ഭൗമികരുടെ നിരപ്പാകുന്ന പുത്ര, നിനക്ക് സ്തോത്രം. ദൈവിക ദാനങ്ങളെ പൂർത്തീകരിക്കുന്നവനായ പരിശുദ്ധ റൂഹ, നീ വന്യനാകുന്നു. പിതാവ് നമ്മുടെ രക്ഷയെ പ്രതി തന്റെ ഏകജാതനെ മരണത്തിന് നൽകി. സ്നേഹത്തിന്റെ പ്രേരണയാൽ പുത്രൻ നമുക്ക് വേണ്ടി മരിച്ചു. പരിശുദ്ധ റൂഹ നമ്മുടെ നന്മയിൽ സന്തോഷിക്കുന്നു. അവൻ മൂലം നമ്മുടെ യാചനകൾ നൽകപ്പെടുകയും ചെയ്യുന്നു. നീ തൃത്വമായും സാരാംശത്തിൽ ഏകമായും സ്ഥിതി ചെയ്യുന്നവനും മഹത്വത്തോടെ 3 ന്യൂമാകളായി വന്ദിക്കപ്പെടുന്നവനുമാകുന്നു. കർത്താവെ, പരസ്പരം പരമാർത്ഥമായി സമാധാനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും അതുമൂലം ദൈവികമായി നിന്നോടുള്ള ഐക്യത്തിലും അനശ്വരമായ സ്നേഹബന്ധത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. മഹനീയമായ നിന്റെ ഉയർപ്പിന്റെ ആനന്ദ ദിനത്തിലും എല്ലാ പെരുന്നാളുകളിലും സമയങ്ങളിലും നേരങ്ങളിലും കാലങ്ങളിലും ഞങ്ങളുടെ ആയുഷ്കാലം മുഴുവനിലും വിസ്മയനീയമാം വിധം ഞങ്ങൾ നിന്നെ സ്തുതിക്കുമാറാകണമേ. ഇതാണ് തിങ്കളാഴ്ച വലിയ നോയമ്പ് ആരംഭിക്കുമ്പോൾ പ്രുമിയോൻ എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ടറി പ്രെയറാണ്. പ്രുമിയോനാണ് ഇപ്പോൾ ഞാൻ വായിച്ചത്. മലങ്കര സഭയെ സംബന്ധിച്ച് ഈ പ്രുമിയോൻ എത്രമാത്രം അർത്ഥവത്താണ് എന്ന് നമുക്കറിയാം. അർത്ഥപൂർണമായ ഒരു നോയമ്പിലേക്ക് ഈ വായിക്കുന്നത് ദൈവത്തിന് മനുഷ്യരെ പറ്റി പറയാനുള്ള ഒരു പരാതിയാണ്. ഈ ജനം അധരം കൊണ്ട് എന്നെ ബഹുമാനിക്കുന്നു, എങ്കിലും ഹൃദയം കൊണ്ട് എങ്കിൽ നിന്ന് ദൂരെയായിരിക്കുന്നു. ഇപ്പൊ ഹൃദയപൂർവം ഉള്ള പ്രാർത്ഥനകൾ സമർപ്പിക്കുവാൻ ഇപ്പൊ നമ്മളിപ്പോ ഈ കേൾക്കുന്ന മാർ അപ്രേമിന്റെ മെമ്രയാണ് നമ്മൾ കേട്ടോണ്ടിരുന്നത്. ഈ കേൾക്കുന്ന പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. കൊല്ലും നഞ്ചിവയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട
കൊല്ലും നഞ്ചിവയായുള്ള നഞ്ചെന്ന് പറഞ്ഞ വിഷമാണ്. ഇപ്പൊ കൊല്ലും നഞ്ചാണ് വെള്ളിയും പൊന്നും. അത് നേടുവാനായിട്ടുള്ള മത്സരങ്ങളെ അവസാനിപ്പിക്കണം, ആത്മീകതയിലേക്ക് പോകുവാൻ. ദാറ്റ് ഈസ് ദ സോൾ ഓഫ് ഓർത്തഡോക്സി. ഓർത്തഡോക്സിയുടെ സോളാണ്. നിങ്ങൾ ഈ ലോകരാജ്യങ്ങളെ നോക്കിയാൽ ഓർത്തഡോക്സ് രാജ്യങ്ങളും കാത്തലിക് രാജ്യങ്ങളും ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൊട്ടസ്റ്റന്റ് രാജ്യങ്ങൾ ഇതെല്ലാം ക്രിസ്ത്യൻ കൺട്രീസാണ്. പിന്നീട് പിൽക്കാലത്ത് പല ഓർത്തഡോക്സ് രാജ്യങ്ങളും ഇസ്ലാമിക രാഷ്ട്രങ്ങളായി മാറി. കാരണം ഓർത്തഡോക്സിയിൽ ചെറുത്തുനിൽപ്പില്ല, കായികപരമായി ചെറുത്തു നിൽക്കുന്നില്ല, അവർ മുഴുവൻ കൊല്ലപ്പെടുകയായിരുന്നു. അതുകൊണ്ടാണ് ആ രാജ്യങ്ങൾ പെട്ടെന്ന് ഇസ്ലാമിക രാഷ്ട്രങ്ങളായി കൺവേർട്ട് ചെയ്യപ്പെട്ടത്. എന്നാൽ ഓർത്തഡോക്സ് രാജ്യങ്ങളെ നിങ്ങൾ നോക്കിയാൽ, അവശേഷിക്കുന്ന ഓർത്തഡോക്സ് രാജ്യങ്ങളെ നിങ്ങൾ നോക്കിയാൽ സാമ്പത്തികമായി വലിയ പുരോഗതി പ്രാപിച്ചിട്ടില്ല. റിസോഴ്സസ് ഉണ്ടെങ്കിലും, കാരണം അവർ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക, അല്ലെങ്കിൽ ധനസമ്പാദനം അർത്ഥമുള്ള വ്യഗ്രതയും മത്സരവും ഒഴിവാക്കുക. ഈ ഓർത്തഡോക്സ് പ്രയറുകൾ കണ്ടിന്യൂസ് ആയിട്ട് ചാൻറ്റ് ചെയ്യുമ്പോൾ ആ ഒരു മൈൻഡ് സെറ്റാണ് അവരിൽ രൂപപ്പെടുന്നത്. നമ്മൾ കേരളത്തിലെ ആണെങ്കിൽ അറിയാം, സുറിയാനിക്കാരെ നോക്കിക്കഴിഞ്ഞാൽ അവർ അതിസമ്പന്നരായവർ ഇല്ല. ഹാർട്ടിൽ നിന്ന് ഓർത്തഡോക്സിയെ മാറ്റിക്കളഞ്ഞവർ മാത്രമേ. കാരണം ഹൃദയശൂന്യമായി പണം സമ്പാദിക്കുവാൻ, ഹൃദയശൂന്യമായി സ്വത്ത് സമ്പാദിക്കുവാൻ, അനീതിയുടെ കൂലി കൂട്ടിവെക്കുവാൻ ഒരു സുറിയാനി സത്യവിശ്വാസിക്ക് സാധിക്കുകയില്ല. കാരണം അത്രമാത്രം അവനെ മാറ്റുന്ന പ്രാർത്ഥനകളാണ് ഇതിനകത്തുള്ളത്. ഉദാഹരണമായിട്ട് പറഞ്ഞാൽ, സ്വർഗാദൂതർ കുടയവനെ, അല്ലെങ്കിൽ ഞങ്ങൾക്കുള്ള കർത്താവ്, മാനപ്രേമിന്റെ മിമ്ര ചൊല്ലുന്ന ഒരു വ്യക്തിക്കും അനീതിയുടെ കൂലി കൂട്ടിവെക്കാൻ കഴിയത്തില്ല. കാരണം അവിടെ ഇങ്ങനെയാ പാടുന്നത്. ഹൃദയപൂർവ്വം ആർക്കിത് പാടാൻ കഴിയും? ഒന്നുകിൽ നമ്മൾ നമ്മുടെ മനസാക്ഷിയെ വഞ്ചിച്ചുകൊണ്ട് ഈ പാട്ട് പാടണം, അല്ലെങ്കിൽ ഈ പാട്ട് പാടുന്ന അവസാനിപ്പിക്കണം. അങ്ങനെ അനേകർ പ്രാർത്ഥനയിൽ നിന്ന് മാറിപ്പോയത്. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. വിശക്കുന്നവനപ്പം കൊടുക്കാൻ ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. പരിശുദ്ധ നോയിമ്പേ സമാധാനത്താലെ വരിക. അപ്പൊ നോയിമ്പിൽ പരാജയപ്പെട്ടവനാണ് ആദം. ആദ്യമായി നോയിമ്പ് കൽപ്പിക്കപ്പെട്ടത് ആദത്തിനാണ്. അബ്സ്റ്റെയിൻ ഫ്രം സർട്ടൻ ഫുഡ്സ്, ചില ഭക്ഷണങ്ങളിൽ നിന്ന് മാറിയിരിക്കുക, അകന്നിരിക്കുക. ആദം ദയനീയമായി നോയിമ്പിൽ പരാജയപ്പെട്ടു. ആദമിനുള്ള നോയിമ്പ് ഏദനിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം അവന് ഭക്ഷിക്കാമായിരുന്നു. പക്ഷേ അവന് നോയിമ്പ് കൽപ്പിച്ചത് നടുക്ക് നിൽക്കുന്ന ആ വൃക്ഷത്തിനാണ്. ആ നോയിമ്പിലാണ് ആദം പരാജയപ്പെട്ടത്. ആദം പരാജയപ്പെട്ട നോയിമ്പിൽ മോശയും ഏലിയാവും വിജയിച്ചു. ദാനിയേൽ വിജയിച്ചു. ദാനിയേൽ രാജകീയ ഭോജനത്തിൽ നിന്നും വീഞ്ഞിൽ നിന്നും മാംസത്തിൽ നിന്നും അകന്നിരുന്നു. ശാഖപദാർത്ഥം മാത്രം കഴിച്ചു. നോയിമ്പിൽ നമ്മുടെ കർത്താവ് വിജയിച്ചു, ആകൽ കറൂസായ ജയിച്ചു. അതുകൊണ്ടാണ് മാർ അപ്രേം പാടുന്നത്, മോശയും ഏലിയാവും 40 ദിനം നോയിമ്പെടുത്തു, നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറൂസായ ജയിച്ചു. നമ്മുടെ കർത്താവ് 7 നേരം പ്രാർത്ഥിച്ചു, അതുപോലെ നമ്മളും 7 നേരം പ്രാർത്ഥിക്കണം. അതാണ് പരിശുദ്ധ സഭ 7 നേരത്തെ പ്രാർത്ഥന നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നത്. സന്ധ്യയും സുത്താറയും പാതിരയും പ്രഭാതവും 3-ാം മണിയും 6-ാം മണിയും 9-ാം മണിയുമായിട്ട് അങ്ങനെ 7 നേരത്തെ പ്രാർത്ഥനകളെ നമുക്ക് ക്രമീകരിച്ച് തന്നിരിക്കുന്നു. നോയിമ്പ് ഈ തിങ്കളാഴ്ച ആരംഭിക്കുകയാണ്. ശുഭക്കോനയുടെ ശുശ്രൂഷകൾക്ക് പോയി സംബന്ധിക്കുവാൻ കഴിയുന്നവർ പോയി സംബന്ധിക്കാം. അത് വളരെ അനുഗ്രഹമായിരിക്കും. ഞാൻ പറഞ്ഞത്, ഈ പ്രുമിയോൻ, ഈ ഇൻട്രൊഡക്ടറി പ്രയർ എത്ര പേർക്ക് അർത്ഥപൂർണമായി പ്രാർത്ഥിക്കുവാൻ കഴിയും?
ദൈവികമായി നിന്നോടുള്ള ഐക്യത്തിലും അനശ്വരമായ സ്നേഹബന്ധത്തിലും ഞങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യണമേ. അപ്പൊ ഈ സമാധാനം കർത്താവ് പരസ്പരം പരമാർത്ഥമായി സമാധാനം നൽകുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും, അപ്പം മലങ്കര സഭയ്ക്ക് പരസ്പരം സമാധാനം നൽകുവാൻ, പരസ്പരം പരമാർത്ഥമായി സമാധാനം നൽകുവാൻ കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം. അപ്പൊ ദൈവം പറയുന്നത് അത്തരം കൊണ്ട് ബഹുമാനിക്കുന്നതിന് അർത്ഥമില്ല. ഹൃദയപൂർവ്വം ഉള്ള ആരാധനയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. സൃഷ്ടികളുടെ, അതാണ് സത്യ ആരാധന. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്നു. അടുത്ത പ്രാർത്ഥന വരികയാണ്. സൃഷ്ടികളുടെ നിത്യസമാധാനവും സകല ഭാഗങ്ങളുടെയും അതിർത്തികളുടെയും യഥാർത്ഥമായ നിരപ്പും സമാധാനവുമായ മശീഹാ തമ്പുരാനെ, നീ സ്നേഹമാകുന്നു. സ്നേഹമെന്ന് നീ വിളിക്കപ്പെടുകയും ചെയ്യുന്നു. മറ്റെല്ലാ നാമങ്ങളെക്കാൾ ഈ നാമത്തിൽ നീ കൂടുതലായി സന്തോഷിക്കുന്നു. അതുമൂലം മനുഷ്യ സ്നേഹമുള്ളവനെന്ന് നീ അറിയപ്പെടുന്നു. അത് ധരിച്ചിരിക്കുന്നവരെ നീ ബഹുമാനിക്കുന്നു. നിന്റെ കുരിശു മുഖാന്തരം ശത്രുതയുടെ വേലിയെ തകർത്തുകൊണ്ട് ഈ സ്നേഹത്താൽ ഞങ്ങൾക്ക് വേണ്ടി സ്വീകാര്യ ബലിയും ആനന്ദ പരിമളവുമായി നീ സ്വയം സമർപ്പിച്ചു. സ്വന്തം രക്തത്താൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ളവയെ നീ സമാധാനപ്പെടുത്തി. നിത്യമായ നിന്റെ ദൈവത്വത്തിന്റെ അവിഭാജ്യമായ ഏകത്വം മൂലം അവ രണ്ടിനെയും ഒന്നാക്കി തീർത്തുകൊണ്ട് മധ്യത്തിൽ നിന്ന് നീ വിദ്വേഷത്തെ നീക്കിക്കളഞ്ഞു. താൽക്കാലികമായ നിന്റെ മനുഷ്യത്വം മൂലം ദൂരസ്ഥരെയും സമീപസ്ഥരെയും നീ വിളിച്ച് ദൈവീകമായ നിന്റെ സ്നേഹ ഐക്യത്തിലും നിന്റെ അനാദ്യന്തമായ രാജ്യത്തിലെ ഭവനാവകാശത്തിലും അവരെ ബന്ധിച്ചു. പ്രധാന മാലാഖയുടെ അഭിവാദനം മൂലം നിന്റെ ഗർഭധാരണത്തെക്കുറിച്ച് കന്യകയായ നിന്റെ മാതാവിനോട് അറിയിക്കുകയാൽ ലോകത്തോട് നിരപ്പും സമാധാനവും നീ സുവിശേഷിച്ചു. സമാധാനത്തോടുകൂടെ നിന്റെ മാതാവ് നിന്റെ പ്രസംഗികനായ യോഹന്നാന്റെ മാതാവായ എലിശബയെ അഭിമുഖീകരിക്കുകയും നിന്റെ സമാധാനത്തിന്റെ സന്തോഷം മൂലം ഒരു ദാസൻ തന്റെ യജമാനന്റെ സന്നിധിയിൽ എന്ന വിധം അവൻ നിന്റെ സന്നിധിയിൽ തുള്ളിച്ചാടുകയും ചെയ്തു. നിന്റെ ജനനത്താൽ ഈറന്മാർ ഇടയന്മാരോട് സമാധാനം അറിയിച്ചു. മഹനീയമായ നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് സുവിശേഷിച്ച സ്ത്രീകൾക്ക് നീ സമാധാനം നൽകി. പരിശുദ്ധ ശിഷ്യന്മാർ കൂടിയിരുന്ന മാളികയിൽ നീ സമാധാനപൂർവ്വം പ്രവേശിച്ച് നിന്റെ പുനരുത്ഥാനത്തെക്കുറിച്ച് അവരെ സ്ഥിരചിത്തരാക്കി. നിന്നെ അയച്ചവന്റെ അടുക്കലേക്ക് നീ ആരോഹണം ചെയ്തപ്പോൾ നിന്റെ സ്ലീഹന്മാർക്ക് നീ സമാധാനം നൽകുകയും, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്കായി നൽകുന്നു, ലോകം നൽകുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് നൽകുന്നത്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നുള്ളതാകുന്നു എന്റെ കൽപ്പന എന്ന് അവരോട് അരുളി ചെയ്യുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷിതാവേ, ഈ സ്നേഹം ഞങ്ങൾക്കായി നീ കാത്തുകൊള്ളണമേ. അതിനാൽ ഞങ്ങളുടെ മനസ്സുകളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെടണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നതകളെയും തർക്കങ്ങളെയും ബഹിഷ്കരിക്കുമാറാകണമേ. നിന്റെ സ്നേഹം ഞങ്ങളെ നിന്റെ ജീവദായകമായ കൽപ്പനകളെ ആചരിക്കുന്നവരാക്കി തീർക്കണമേ. അപ്പൊ ഈ പ്രാർത്ഥന മലങ്കരയിലെ എല്ലാ പള്ളികളിലും പ്രാർത്ഥിക്കും ഈ തിങ്കളാഴ്ച. കറക്റ്റ്? എന്താ ആത്മാർത്ഥതയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുമ്പോൾ? നിങ്ങൾ നോക്ക്, നമ്മൾ പ്രാർത്ഥിക്കുകയാണ്, ഞങ്ങളുടെ രക്ഷിതാവേ, ഈ സ്നേഹം ഞങ്ങൾക്കായി നീ കാത്തുകൊള്ളണമേ. അതിനാൽ ഞങ്ങളുടെ മനസ്സുകളെ സ്ഥിരപ്പെടുത്തണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങൾ പരസ്പരം ബന്ധിക്കപ്പെടണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഇടയിൽ നിന്ന് ഭിന്നതകളെയും തർക്കങ്ങളെയും ബഹിഷ്കരിക്കുമാറാകണമേ. നിന്റെ സ്നേഹം ഞങ്ങളെ നിന്റെ ജീവദായകമായ കൽപ്പനകളെ ആചരിക്കുന്നവരാക്കി തീർക്കണമേ. നിന്റെ സ്നേഹത്താൽ പീഡകളും കഷ്ടതകളും ഞങ്ങളിൽ നിന്ന് നീക്കിക്കളയണമേ. നിന്റെ സ്നേഹം മൂലം ഞങ്ങൾ നിരപ്പിന്റെയും സമാധാനത്തിന്റെയും സന്താനങ്ങളായി ഭവിക്കണമേ. നിന്റെ സമാധാനം മൂലം ഇടയന്മാരെയും അവരുടെ ആടുകളെയും ഐക്യപ്പെടുത്തണമേ. കണ്ടോ, പിതാക്കന്മാർ എഴുതി വെച്ചിരിക്കുന്ന പ്രാർത്ഥന. ശുഭക്കോനോ. തിങ്കളാഴ്ച മലങ്കര സഭ ആചരിക്കാൻ പോവാ. മലങ്കരയിലെ എല്ലാ പുരോഹിതന്മാരുടെയും അധരങ്ങളിൽ നിന്ന് ഈ പ്രാർത്ഥന തിങ്കളാഴ്ച ഉതിരും. ഈ പ്രാർത്ഥനയ്ക്ക് എത്ര അർത്ഥമുണ്ട്. അവിടെ പറയുകയാണ്, നിന്റെ സമാധാനം മൂലം ഇടയന്മാരെയും അവരുടെ ആടുകളെയും ഐക്യപ്പെടുത്തണമേ. നിന്റെ സമാധാനം മൂലം ആചാര്യന്മാരെ അവരുടെ കൂദാശകളാൽ ആനന്ദിപ്പിക്കണമേ. നിന്റെ സമാധാനത്താൽ നിന്റെ സഭയെയും അതിന്റെ പ്രജകളെയും പൂർണ്ണമാക്കണമേ. നിന്റെ സമാധാനത്താൽ അതിനെ ഭരിക്കണമേ. നിന്റെ സമാധാനത്താൽ അതിനെ അലങ്കരിക്കണമേ. നിന്റെ സമാധാനത്താൽ അതിനെ സംഘങ്ങളെ നയിച്ചു കൊള്ളണമേ.
നിന്റെ സമാധാനം മൂലം അതിലെ മക്കളെ സന്തോഷിപ്പിക്കണമേ. അതിലുള്ള ദൂരസ്ഥരെ സമാധാനം മൂലം ആകർഷിക്കണമേ. അതിലെ സമീപസ്ഥരെ സമാധാനത്താൽ കാത്തുകൊള്ളണമേ. നിന്റെ സമാധാനം മൂലം അതിലെ ശുശ്രൂഷകന്മാരെ ശോഭിപ്പിക്കണമേ. അതിലെ ഭരണകർത്താക്കളെ സമാധാനത്താൽ സംയോജിപ്പിക്കണമേ. നിന്റെ സഭയിലെ ഭരണകർത്താക്കളെ സമാധാനത്താൽ സംയോജിപ്പിക്കണമേ. അതിലെ ഗണങ്ങളെ സമാധാനത്താൽ ക്രമീകരിക്കണമേ. നിന്റെ സമാധാനത്താൽ അതിലെ പെരുന്നാളുകളെ നിലനിർത്തണമേ. കോപിച്ചിരിക്കുന്നവരെ സമാധാനത്താൽ ശാന്തതപ്പെടുത്തണമേ. തിങ്കളാഴ്ചത്തെ ശുഭക്കോനയിൽ പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന. കോപിച്ചിരിക്കുന്നവരെ സമാധാനത്താൽ ശാന്തതപ്പെടുത്തണമേ. വ്യർത്ഥന്മാരെ സമാധാനം മൂലം പിന്തിരിപ്പിക്കണമേ. ആത്മദുഃഖിതരെ സമാധാനത്താൽ സന്തോഷപൂർണരാക്കണമേ. നിന്റെ ഇടവകയെ സമാധാനത്തിൽ കാത്തുകൊള്ളണമേ. സംശയബുദ്ധികളെ സമാധാനത്താൽ സ്ഥിരതയുള്ളവരാക്കണമേ. സമാധാനം മൂലം ഞങ്ങളുടെ വിചാരങ്ങളെ നിർമ്മലമാക്കണം. കഠിനന്മാരായ യജമാനന്മാരിൽ നിന്ന് നിന്റെ സമാധാനം മൂലം ഞങ്ങളെ രക്ഷിക്കണമേ. നിന്റെ എല്ലാ പെരുന്നാളുകളിലും സമാധാനം കൊണ്ട് ഞങ്ങളെ അലങ്കരിക്കണമേ. നിന്റെ സമാധാനത്താൽ ഞങ്ങളുടെ നോയമ്പും പ്രാർത്ഥനകളും അംഗീകരിക്കണമേ. നിന്റെ സമാധാനത്താൽ കരുണയും വിമോചനവും ഞങ്ങൾക്ക് നൽകണമേ. നിന്റെ സമാധാനം മൂലം ദുഷ്ടബന്ധനങ്ങളെ ഞങ്ങളിൽ നിന്ന് അഴിച്ചു കളയണമേ. നിന്റെ സമാധാനം ഞങ്ങളോടുകൂടെ സ്ഥിതി ചെയ്യണമേ. നിന്റെ സമാധാനം ഞങ്ങളുടെ ഇടയിൽ വാഴണമേ. നിന്റെ സ്നേഹത്താൽ ഞങ്ങളുടെ മനസ്സിനെ സന്നദ്ധമാക്കണമേ. നിന്റെ സ്നേഹം ഞങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാപിക്കണമേ. സമാധാനനാഥനായ നിന്നെയും സമാധാനദാതാവായ നിന്റെ പിതാവിനെയും സത്യസ്നേഹത്തെ പൂർത്തിയാക്കുന്നവനായ നിന്റെ റൂഹായെയും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഞങ്ങൾ സ്തോത്രം ചെയ്യുമാറാകണമേ. സെതറ, അതാണ് തിങ്കളാഴ്ച ശുഭക്കോനയിൽ നിങ്ങൾ കേൾക്കുന്ന സെതറ. ഭാഗ്യവശാൽ അധികം പേര് ഈ ശുഭക്കോന ശുശ്രൂഷയിൽ പോകുന്നില്ല. ഇങ്ങനെ ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് തന്നെ പലർക്കും അറിയത്തില്ല. കാരണം ഇന്ന് എന്നോട് ഒത്തിരി പേര് പറഞ്ഞു ഇങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. അത് നല്ല ഭാഗ്യമാണ്. കാരണം ആരും ഇത് കേൾക്കുന്നില്ല. നമ്മൾ അധികം പേര് കേൾക്കാതെ പ്രാർത്ഥിക്കാം. പരമാവധി ആളുകൾ തിങ്കളാഴ്ച ശുശ്രൂഷ ചെല്ലുക. ഈ പ്രാർത്ഥനകൾ നിങ്ങൾ ലിസൺ ചെയ്യണം. അതിനകത്ത് ഇങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത്. എത്ര മനോഹരമായ പ്രാർത്ഥനയാണെന്ന് നിങ്ങൾ നോക്കുക. വെരി ബ്യൂട്ടിഫുൾ. ശുഭക്കോനയിൽ ധാരാളം നല്ല ഗീതങ്ങൾ ഈ ശുശ്രൂഷയിലുണ്ട്. അതിലൊരു ഗീതം നമുക്ക് ലിസൺ ചെയ്യാം. ശുഭക്കോനയുടെ ഒരു ഗീതം. കൽപ്പനകാപ്പാനന്യോന്യം സ്നേഹിപ്പിൻ സാഹജന്മാരെ. ചിലരുപവാസം കാക്കുമ്പോൾ ഹൃദയം സ്പർദ്ധാ വൈരമയം വീഞ്ഞുവെടിഞ്ഞോരിൽ ചിലരോ പ്രിയനെ രഹസ്യം നിഹനിപ്പൂ. മണി 11 പണി ചെയ്യുവാൻ വേലക്കാരെ വിളിച്ചോനെ. നിന്മാനത്തിനു ഞാൻ തീർത്തോരു മകുടം 11 കൈക്കൊണ്ടരുളുക പാപവിമോചനമാ. കനിവിനു ഞാൻ സ്തുതി പാടിയിടും. ബാറക്മോ സ്ബോലബുറു വലുറൂഹോ കാദീശോ. പരിപാവന സഭയെ ശാന്തി ശമനം നിന്മാതിലാകട്ടെ. ഈർഷ്യയതും വ്യാജവുമെങ്ങും സ്നേഹത്തീയിലൊടുങ്ങട്ടെ. തിരുമണവാളൻ തൻ പെരുന്നാൾ സുചിരം നീയാഘോഷിക്ക. മെനവൂലം വാദാമുലവൂലം വൽ മീനാമീ. ദേവാ കൃപ ചെയ്തിടണമേ. നിൻ കൃപയിൻ പാതിവിനൊപ്പം കണിയനവരതം ഞങ്ങൾക്കായി വൈക്യം കുടിലനെയോടിക്കാം. നിൻ ശ്ലീബാകാവൽ ഞങ്ങൾ കതിനാലാവൃതരാം ഞങ്ങൾ. കരുണാജലനീധിയാ
വിധിയിൽ നേടുക പാതകമുക്തി മോറിയോ റാഹിം മേലൈനു ആദാറിൻ. മാർ യാക്കോബിന്റെ ബോസ് ഉണ്ട്. ഈശാനാഥ വരിക തുണപ്പാൻ വിളി കൂട്ടുന്നു, പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കൾ മേൽ കൃപ ചെയ്യണം. ഈശാനാഥ ഈറയനാഥ മാലാഖേശ, പ്രാർത്ഥന കേട്ടിട്ട് ആത്മാക്കൾ മേൽ കൃപ ചെയ്യണം. വെരി ബ്യൂട്ടിഫുൾ സോങ് ആണ്. നാദാവാതിൽ മുട്ടുന്ന വളരെ മനോഹരമായ ഒരു ശുശ്രൂഷയാണ്. 40 കുമ്പിടിയിലുണ്ട്. അതുകൊണ്ട് നിങ്ങൾ പോയി പങ്കെടുക്കുക. തിങ്കളാഴ്ചത്തെ ശുഭകോനം, അതോടുകൂടെ നമ്മളെ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നോയമ്പ് ആരംഭിക്കുകയാണ്. നോയമ്പ് അനുഗ്രഹപ്രദമായി തീരുവാൻ, സമാധാനം വസിക്കേണ്ടതിനായി, ഇതിൻ്റെ ഏറ്റവും വലിയ ഒബ്ജക്റ്റീവ്, നമ്മുടെ നോയമ്പിൻ്റെ ഗോൾ അതാണ്. അതുകൊണ്ടാണ് ശുഭകോനയ്ക്ക് അത് പറയുന്നത്, നിരപ്പും സമാധാനവും. ശുഭകോനയ്ക്ക് വായിക്കുന്ന ഏവങ്കേലിയൻ മത്തായി സുവിശേഷം 18-ാം അധ്യായമാണ്, 18 മുതൽ 35 വരെ. നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടതായിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും. അപ്പം അധികം കെട്ടുകൾ നമ്മുടെ ജീവിതത്തിൽ ഇടാതെ സ്ട്രെയിറ്റ്, സിമ്പിൾ, ട്രാൻസ്പെറൻറ്റ്, അതാണ് ഓർത്തഡോക്സിയുടെ ഒരു ലോഗോ. ഓർത്തഡോക്സിയുടെ മോട്ടോ എന്ന് പറഞ്ഞാൽ അതാണ്. സ്ട്രെയിറ്റ് ആയിരിക്കണം, ട്രാൻസ്പെറൻ്റ് ആയിരിക്കണം, സിമ്പിൾ ആയിരിക്കണം. സിമ്പിൾ ലൈഫ്, സ്ട്രെയിറ്റ് ലൈഫ്, ട്രാൻസ്പെറൻറ്റ് ലൈഫ്. ഋജുവും സുതാര്യവും ലളിതവുമായ ഒരു ജീവിതം നയിക്കുക. അധികം കെട്ടുകൾ, കടുംകെട്ടുകൾ ഒന്നും ജീവിതത്തിൽ, ചെറിയ കെട്ടുകൾ വീണു പോയിട്ടുണ്ടെങ്കിൽ ആ കെട്ടുകൾ അഴിക്കാനുള്ള സമയമാണ്. അതാണ് നിരപ്പ് പ്രാപിക്കുക എന്ന് പറയുന്നത്. അതുകൊണ്ട് ശമോൻ കീപ്പ അടുത്ത് ചെന്ന് അദ്ദേഹത്തോട്, എൻ്റെ കർത്താവേ, എൻ്റെ സഹോദരൻ എന്നോട് കുറ്റം ചെയ്താൽ ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 വട്ടം മതിയോ? യേശു അവനോട് 7 വീതം 70 പ്രാവശ്യം വരെ എന്നല്ലാതെ 7 എന്നല്ല ഞാൻ നിന്നോട് പറയുന്നത്. സ്വർഗരാജ്യം തന്റെ ദാസന്മാരിൽ നിന്ന് കണക്ക് കേൾപ്പാൻ മനസ്സ് വെച്ച രാജാവിനോട് സദൃശമാകുന്നു. അവൻ കണക്ക് കേട്ടു തുടങ്ങിയപ്പോൾ 10,000 കക്രീൻ കടം വാങ്ങിയിരിക്കുന്ന ഒരുവൻ ഹാജരാക്കപ്പെട്ടു. കടം വീട്ടുവാൻ അവന് വകയില്ലാത്തതുകൊണ്ട് അവനെയും അവന്റെ ഭാര്യയെയും മക്കളെയും അവന്റെ സർവ്വസ്വത്തും വിറ്റ് കടം തീർക്കുവാൻ യജമാനൻ കൽപ്പിച്ചു. അപ്പോൾ ആ ദാസൻ വീണു വന്നിച്ചുകൊണ്ട്, പ്രഭു, എനിക്ക് ഒരു അവധി തരണമേ, ഞാൻ സകലത്തും തന്നു തീർത്തുകൊള്ളാം എന്ന് പറഞ്ഞു. ആ ദാസന്റെ യജമാനൻ മനസ്സലിഞ്ഞ് അവനെ വിടുകയും കടം അവന് ഇളവ് ചെയ്തു കൊടുക്കുകയും ചെയ്തു. ആ ദാസനാകട്ടെ പുറപ്പെട്ട് 100 ദിനാർ തന്നോട് കടം വാങ്ങിയിരുന്ന ഒരു സഹദാസനെ കണ്ടു. അവനെ പിടിച്ച് അവന്റെ തൊണ്ടയ്ക്ക് ഞെക്കി, എന്നോട് കടം വാങ്ങിയിരിക്കുന്ന എനിക്ക് തരിക എന്ന് പറഞ്ഞു. കൂട്ടുദാസൻ അവന്റെ കാൽക്കൽ വീണ്, എനിക്ക് ഒരു അവധി തരണമേ, സകലവും തന്നു തീർത്തുകൊള്ളാം എന്ന് അപേക്ഷിച്ചു പറഞ്ഞു. എന്നാൽ അവൻ സമ്മതിക്കാതെ തന്നോട് കടം വാങ്ങിയിരുന്നത് കൊടുത്തു തീർക്കുവോളം അവനെ കാരാഗൃഹത്തിലാക്കിച്ചു. ഈ ഉണ്ടായ സംഗതി കണ്ടപ്പോൾ സഹദാസന്മാർ അത്യധികം ദുഃഖിച്ചുവെന്ന് ഉണ്ടായ സകലവും തങ്ങളുടെ യജമാനെ അറിയിച്ചു. അപ്പോൾ യജമാനൻ അവനെ വിളിച്ച് അവനോട്, ദുഷ്ടദാസ, നീ എന്നോട് അപേക്ഷിക്കാൻ ആ കടമെല്ലാം ഞാൻ ഇളച്ചു തന്നുവല്ലോ. ഞാൻ നിന്നോട് കരുണ ചെയ്ത പ്രകാരം നീയും നിന്റെ സഖാവിനോട് കരുണ ചെയ്യേണ്ടത് ന്യായമല്ലായിരുന്നോ എന്ന് ചോദിച്ചു. ആ യജമാനൻ കോപിച്ച് കടം വാങ്ങിയിരുന്ന എല്ലാം കൊടുത്തു തീർക്കുവോളം ദണ്ഡാധികാരികളുടെ കയ്യിൽ ഏൽപ്പിച്ചു. നിങ്ങൾ ഓരോരുത്തരും തന്റെ സഹോദരനിൽ നിന്ന് ഹൃദയപൂർവ്വം കുറ്റം ക്ഷമിക്കാതിരുന്നാൽ സ്വർഗസ്ഥനായ എന്റെ പിതാവ് നിങ്ങളിലും അങ്ങനെ തന്നെ ചെയ്യും. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ്. 10,000 കക്രീൻ കടം വാങ്ങിയിരിക്കുന്ന ഒരുവൻ ഹാജരാക്കപ്പെട്ടു. 10,000 കക്രീൻ. ഒരു കക്രീൻ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ 15 വർഷത്തെ കൂലിയാണ്. 15 വർഷത്തെ. 10,000 അല്ലെ താലന്ത് എന്ന് വേണേ പറയാം. 10,000 താലന്ത്. ഒരു താലന്ത് 15 വർഷത്തെ കൂലിയാണ്. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ 1.5 ലക്ഷം വർഷത്തെ കൂലിയാണ്. അതായത് ഒരാളത് വീട്ടാൻ, മാനുഷികമായ നിലയിൽ വീട്ടാൻ ശ്രമിച്ചാൽ ആ ആള് 1.5 ലക്ഷം വർഷം ജോലി ചെയ്യണം. എന്ന് പറഞ്ഞാൽ മാനുഷികമായി ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഒരിക്കലും നമുക്ക് വീട്ടിൽ തീർക്കാൻ പറ്റത്തില്ല. അത്ര വലിയ കടമാണ്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനയിൽ പാടുന്നത്, നീ എൻ്റെ കടങ്ങളെ നേരായിട്ട് ആരാഞ്ഞാൽ എനിക്ക് യാതൊരു പ്രത്യാശയുമില്ല. കർത്താവേ,
ഞാൻ നിർത്തരുതേ വിധി നീതി, അയ്യോ ചെയ്യരുതേ, ഞാൻ പാതകിയെന്നറിയുന്നു, സർവകടങ്ങളും ആരാഞ്ഞാൽ. കണ്ടോ, സർവകടങ്ങളും ആരാഞ്ഞാൽ. ഇപ്പൊ 10,000 താലന്ത് എന്ന് നമ്മൾ പെട്ടെന്ന് വായിക്കുമ്പോൾ 10,000 രൂപയാണെന്ന് ചിന്തിക്കും. 10,000 താലന്ത് എന്ന് പറഞ്ഞാൽ അന്നത്തെ കണക്കിൽ ഒരു വ്യക്തിയുടെ ദിവസക്കൂലി കണക്കാക്കിയാൽ 1.5 ലക്ഷം വർഷത്തെ കൂലിയാണ്. ഇതൊരിക്കലും അടച്ച് തീർക്കാൻ നിവൃത്തിയില്ല. അവനാണ് പോകുന്ന വഴിക്ക് കേവലം 100 വെള്ളിക്കാശ് മാത്രം, 100 വെള്ളിക്കാശ് മാത്രം കടമുള്ള ഒരുത്തനെ കാണും. 100 വെള്ളിക്കാശ്. അന്നത്തെ ഒരു ദിവസത്തെ കൂലി 1 വെള്ളിക്കാശ്. 100 ദിവസത്തെ കൂലി 3 മാസത്തെ കൂലി. 1.5 ലക്ഷം വർഷത്തെയാണ് അവൻ ഇളച്ചു കിട്ടുക. 3 മാസത്തെ കൂലിയാണ്. അവന്റെ കഴുത്തെ പിടിച്ച് ഞെക്കി അവനെ കോടതിയിൽ കൊണ്ടുപോയി. എല്ലാവരും പറഞ്ഞ ഉപേക്ഷിക്കും. കാരണം ദൈവിക ക്ഷമ, രാജകീയമായ ക്ഷമ അവന് കിട്ടിയിരിക്കുന്ന ഇല്ല. അവനെ ബലമായി കോടതിയിൽ കൊണ്ടുപോയി അവനെ കാരാഗൃഹത്തിലാക്കിച്ചു, ജയിലിലാക്കിച്ചു. അപ്പൊ അവിടെ നിങ്ങൾ നോക്കണം, അവിടെ യേശു കർത്താവ് പറയുകയാണ്, എന്നാൽ അവൻ സമ്മതിക്കാതെ ചെന്ന് തന്നോട് കടം വാങ്ങിയിരുന്ന് കൊടുത്തു തീർക്കുമ്പോൾ അവനെ കാരാഗൃഹത്തിലാക്കിച്ചു. ഈ ഉണ്ടായ സംഗതി കണ്ടപ്പോൾ സഹദാസന്മാർ അത്യധികം ദുഃഖിച്ചു. സഹദാസന്മാർക്കെല്ലാം ദുഃഖം വന്നു. അവർ യജമാനെ വിളിച്ച് ഈ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ യജമാൻ അവനെ വിളിച്ചു ചോദിക്കുകയാണ്, നിന്നോട് ഞാൻ ക്ഷമിച്ചതുപോലെ നീ ഹൃദയപൂർവം നിന്റെ സ്നേഹിതനോട് ക്ഷമിക്കണം. അപ്പൊ ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഫൗണ്ടേഷൻ. പല ആളുകളും പറയൂ പണ്ടത്തെ അതുണ്ട് ഇതുണ്ട്. വി കനോട്ട് ഫോർഗെറ്റ്. ഇത് ലോകത്തിന്റെ ചിന്തയാണ്. ഫോർഗീവ് എന്ന് പറഞ്ഞാൽ ഫോർഗെറ്റ് എന്നാണ്. ഇപ്പൊ പലർക്കും ക്ഷമിക്കാൻ കഴിയുന്നില്ല. ഇപ്പൊ ക്ഷമിക്കാൻ കഴിയാത്ത ഒരു വ്യക്തിയാകട്ടെ, ഒരു കുടുംബമാകട്ടെ, അവര് നോയമ്പെടുക്കുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. പിന്നെ ഒരു ഡയറ്റിംഗ് എന്ന ഒരു വിധത്തിൽ വേണേൽ എടുക്കാം. പക്ഷെ ക്ഷമിക്കുക എന്നുള്ളതാണ് ദൈവികമായ ക്ഷമ. നിരപ്പ് പ്രാപിക്കുക, സമാധാനം ആചരിക്കുക. അതുകൊണ്ട് തിങ്കളാഴ്ച ഈ ശുശ്രൂഷ ഇതോടുകൂടിയാണ് നോയമ്പ് തുടങ്ങുന്നത്. അല്ലാതെ അർത്ഥമില്ലാതെ പട്ടിണി കിടക്കുകയോ തല വേഴത്തെ പോലെ കുനിക്കുകയോ. യെശയ്യാ പ്രവാചകനിലൂടെ ദൈവം പറയുന്നുണ്ട്, എനിക്ക് പ്രസാദമുള്ള ഉപവാസം എന്താണ്? നീ പട്ടിണി കിടക്കുന്നോ, നീ ചാക്കൊടുക്കുന്നോ, നീ ചാരത്തിലിരിക്കുന്നോ, നിന്റെ ഷോ അല്ല. നീ തല ഇങ്ങനെ കുനിച്ചു വെക്കുന്നു. അന്ന് ഒത്തിരി ഷോ യഹൂദന്മാർ കാണിക്കുമായിരുന്നു. അന്യായ ബന്ധനങ്ങളെ അഴിക്കുന്നതാണ് യഥാർത്ഥ ഉപവാസം, കർത്താവിന് പ്രസാദമുള്ളത്. വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ കീറുന്നത്. നഷ്ടം. നമ്മുടെ നെഞ്ചിൽ പോറലേൽക്കുമ്പോഴാണ് യഥാർത്ഥ ഉപവാസം ഉണ്ടാകുന്നത്. എനിക്ക് ചെലവില്ലാത്ത ഒരു യാഗവും ഞാൻ അർപ്പിക്കുകയില്ല. ദാവീദ് പറയുകയാണ്. ദാവീദ് പറയാ, ഓർണാന്റെ കളത്തിൽ വെച്ച്. നിങ്ങള് ബൈബിളിൽ ആ സംഭവം വായിക്കുമ്പം ദാവീദ് യാഗം അർപ്പിക്കുകയാണ്. ദാവീദ് അരജന്റെ യാഗം യോബൂസ് ഗിരിയിൽ ദൈവം തമ്പുരാൻ സ്വീകരിക്കുകയാണ്. ദാവീദ് എവിടെയാണ് യാഗം അർപ്പിക്കുന്നത്? തനിക്കൊരു ദൈവത്തിന് യാഗം അർപ്പിക്കാൻ ഒരു സ്ഥലം കണ്ടുപിടിക്കണം. സ്ഥലമെല്ലാം അന്വേഷിക്കാൻ തുടങ്ങി. അന്വേഷിച്ച് കണ്ടുപിടിച്ചു സ്ഥലം. ഓർണാന്റെ മെതിക്കളമാണ് പറ്റിയ സ്ഥലം. എന്തിനാ? ഓർണാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ധാന്യം കൊയ്തിട്ട് മെതിക്കാൻ ഉപയോഗിച്ച ഒരു കളമുണ്ട്. അപ്പൊ അദ്ദേഹം തന്റെ ധാന്യം കൊയ്ത് കഴിഞ്ഞ് മെതിക്കാൻ വേണ്ടി ഇടുന്ന മെതിക്കളമുണ്ട്. ദാവീദിന് ആ സ്ഥലം മതി യാഗം കഴിക്കാൻ. ദൈവത്തിന് പ്രസാദമുള്ള ഒരു യാഗം കഴിക്കാൻ ദാവീദ് കണ്ടുപിടിച്ച ആ സ്ഥലമാണ് എനിക്ക് വേണ്ടത്. അവിടെ ചെന്ന് ആ സ്ഥലത്തിന് വില ചോദിച്ചു.
ഓർണാൻ പറഞ്ഞു യജമാനെ എടുത്തോളുക, കാരണം രാജാവാണ്, യാഗം കഴിക്കാൻ ഈ സ്ഥലം എടുക്കുന്ന വിരോധമില്ല. അപ്പൊ ദാവീദ് പറഞ്ഞു ഇല്ലില്ല, നീ എനിക്കിത് വിലയ്ക്ക് തരണം, എനിക്ക് ചെലവില്ലാതൊരു യാഗം ഞാൻ കഴിക്കുകയില്ല. നമ്മുടെ ഓരോ പ്രാർത്ഥനകളും ഓരോ അർത്ഥനകളും ഓരോ ആരാധനകളും നമുക്ക് ചിലവുള്ളതായിരിക്കണം, നമുക്ക് മുറിവേൽക്കുന്നതായിരിക്കണം, നമ്മളെ സ്പർശിക്കുന്നതായിരിക്കണം. അർത്ഥമില്ലാത്ത ചിലവില്ലാത്ത സ്തുതികളോ സ്തോത്രങ്ങളോ ശബ്ദങ്ങളോ പുറപ്പെടുവിക്കുന്നത് യഥാർത്ഥ ആരാധനയല്ല. അപ്പൊ നമ്മളെ കൊള്ളുന്നതായിരിക്കണം. ഇപ്പൊ നിങ്ങൾ ചില സ്ഥലത്ത് വായിക്കുമ്പോൾ കാണാം അരവനയുടെ മെതിക്കളത്തിൽ, വേറെ ചിലടത്ത് നിങ്ങൾ വായിക്കും ഓർണാന്റെ മെതിക്കളത്തിൽ. ഇത് രണ്ടും ഒറ്റ മെതിക്കളോ. അരവനയും ഓർണാനും സഹോദരന്മാരായിരുന്നു, ചേട്ടനും അനിയനുമായിരുന്നു അരവനയും ഓർണാൻ. ഓർണാൻ അനിയനായിരുന്നു, അരവന ചേട്ടനായിരുന്നു. അരവനയ്ക്ക് മക്കളില്ലായിരുന്നു, ഓർണാന് മക്കളുണ്ടായിരുന്നു. ധാരാളം പ്രാരാബ്ധങ്ങളുള്ള മനുഷ്യനായിരുന്നു ഓർണാൻ. ഇവരുടെ രണ്ടിന്റെ കൃഷി കഴിഞ്ഞ് കൊയ്ത്ത് കഴിഞ്ഞ് ഇവർ രണ്ടും ധാന്യം കൂട്ടിയിട്ട് ഈ മെതിക്കളത്തിൽ ധാന്യക്കൂമ്പാരം, രണ്ടുപേർക്കും ഒരേ അളവാണ് വസ്തു ഉള്ളത്. അപ്പൻ വീതം വെച്ചപ്പോൾ അങ്ങനെയാണ്. രണ്ടുപേരും ധാന്യം കൂട്ടിയിട്ടു. ഒരേ വലിപ്പമാണ് കൂനയ്ക്ക്. പണിക്കാരെല്ലാം പിരിഞ്ഞു. ഓർണാനും അരവനയും എല്ലാവരും വിശ്രമത്തിലേക്ക് പോയി. നല്ല നിലാവുള്ള രാത്രിയിൽ ആ നിലാവിൽ രണ്ട് ധാന്യക്കൂമ്പാരം ഒരേ വലിപ്പത്തിൽ ഒരേ അളവിൽ ആ മെതിക്കളത്തിൽ കിടക്കുകയാണ്. രാത്രിയായി കഴിഞ്ഞപ്പം ആ മെതിക്കളത്തിലേക്ക് നോക്കിയിരുന്ന അരവനയുടെ കണ്ണിൽ കൂടെ കണ്ണുനീരൊഴുകാൻ തുടങ്ങി. അരവന ചിന്തിച്ചു, എനിക്ക് മക്കളില്ല, എൻ്റെ സഹോദരന് മക്കളുണ്ട്, അവന് കൂടുതൽ ഭക്ഷണം ആവശ്യമാണ്, അവന് ചെലവ് കൂടുതലാണ്. അരവന കണ്ണുനീർ ഒഴുകുന്ന താരതാരയായി ഒഴുകിക്കൊണ്ട് ആ അരവൻ എഴുന്നേറ്റ് ആ മെതിക്കളത്തിൽ ചെന്ന് തന്റെ ധാന്യക്കൂമ്പാരത്തിൽ നിന്ന് ഒരു ക്വാർട്ടർ പോർഷൻ, ഒരു 4/1 എടുത്ത് ഓർണാന്റെ ധാന്യക്കൂമ്പാരത്തിൽ കൊണ്ടിട്ടു. താൻ വീട്ടിൽ പോയി കിടന്നുറങ്ങി. ആ സമയം ഓർണാൻ വെളുപ്പിനെയായപ്പം ഓർണാൻ വലിയ വിഷമായി. ഓർണാൻ ചിന്തിച്ചു, എൻ്റെ ജ്യേഷ്ഠൻ മക്കളൊന്നുമില്ല, ആകെ പ്രയാസത്തിലാണ്, ഒന്നിലും സന്തോഷിക്കാനില്ല. ഈ വിളവിലെങ്കിലും എൻ്റെ ചേട്ടൻ സന്തോഷിക്കണം. നാളെ ധാന്യം ഇളക്കുമ്പോൾ അല്പം കൂടുതൽ ധാന്യം തൻ്റെ കൃഷിക്ക് കിട്ടി, തനിക്ക് ദൈവാനുഗ്രഹം കൂടുതൽ കിട്ടിയെന്ന് ഒരു സന്തോഷമുണ്ടാകട്ടെ. അതുകൊണ്ട് എൻ്റെതിനേക്കാൾ കൂടുതൽ ധാന്യം എൻ്റെ ചേട്ടൻ നാളെ ഇളക്കണം. വെളുപ്പിനെ ഓർണാൻ എഴുന്നേറ്റ് മെതിക്കളത്തിൽ ചെന്ന് കുറേയേറെ ധാന്യം തൻ്റെ കൂനയിൽ നിന്ന് എടുത്ത് ചേട്ടൻ്റെ കൂനയിൽ കൊണ്ടിട്ടു. പിറ്റേ ദിവസം ധാന്യം വളർന്നപ്പം രണ്ടുപേർക്കും ഒരുപോലെ. രണ്ടുപേരും പരസ്പരം നോക്കി രണ്ടുപേർക്കും കാര്യം മനസ്സിലായി. ആ മെതിക്കളത്തിൽ ഓർണാനും അരവനയും കെട്ടിപ്പോണം. സഹോദര സ്നേഹത്തിന്റെ അടയാളം, ഫിലാഡൽഫിയ. സഹോദര സ്നേഹത്തിന്റെ കണ്ണുനീർ വീണ മണ്ണ്, അതാണ് ഓർണാന്റെ മെതിക്കളം. ദൈവത്തിന് ആരാധന അർപ്പിക്കുവാൻ അതിനേക്കാൾ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമില്ലെന്ന് ദാവീദ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് ഓർണാന്റെ മെതിക്കളം ദാവീദ് ചൂസ് ചെയ്തു തന്റെ യാഗം അർപ്പിക്കുവാൻ. ഇതാ സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭവും മനോഹരവുമാണ്. അപ്പൊ സ്നേഹബന്ധത്തിൽ, ഐക്യത്തിൽ സഹോദരന്മാർ ഒന്നിച്ച് വസിക്കുന്ന സ്ഥലം. അതുകൊണ്ടാണ് ഓർണാന്റെ മെതിക്കളത്തിൽ ആ യാഗം അർപ്പിക്കുവാൻ ദാവീദ് തീരുമാനിച്ചു. അപ്പൊ തനിക്ക് ചെലവില്ലാതെ ഒരു യാഗം അർപ്പിക്കാൻ അവിടെയും ദാവീദ് തയ്യാറായി. അവർ തയ്യാറായിരുന്നു. അവർ പറഞ്ഞു ഈ വസ്തു എടുക്കുക. ദാവീദ് അതിന് പൈസ കൊടുക്കുക. ഇപ്പൊ നമുക്ക് മുറിവേൽക്കപ്പെടാതെ നമ്മൾ അർപ്പിക്കുന്ന ഒരു യാഗത്തിനും ഒരു പ്രസക്തിയുമില്ല. അതൊക്കെ ആർക്ക് വേണമെങ്കിലും പറയാൻ പറ്റുന്ന ചെലവില്ലാത്ത കാര്യങ്ങളാണ്, വെറും അർത്ഥശൂന്യമായ ജൽപ്പനങ്ങളാണ്.
അപ്പൊ ചെലവില്ലാത്തതും അർത്ഥശൂന്യവുമായ ജൽപ്പനങ്ങളിൽ നിന്ന് മുറിവേൽക്കുന്നതും അർത്ഥപൂർണവുമായ ആരാധന, ഏറ്റവും ഉദാത്തമായ ആരാധന, സ്വീകാര്യമായ ബലി ആരാണ് സമർപ്പിച്ചത്? ക്രിസ്തുവാണ്. ക്രിസ്തു വഴി ആണ് സഭ ദൈവത്തിന് ആരാധന അർപ്പിക്കുന്നത്. എങ്ങനെയാണ് ക്രിസ്തു വഴി? ക്രിസ്തുവിന്റെ മുറിവുകളിലൂടെ. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും സകലതും പിതാവിനോട് നിരപ്പിച്ചു എന്ന് പറയുമ്പോൾ ആ നിരപ്പിന്റെ ശുശ്രൂഷ ക്രിസ്തു സ്വന്തം ശരീരത്തിൽ മുറിവുകളായി രൂപാന്തരപ്പെട്ടു. 2 കൊരിന്ത്യർ 5-ാം അധ്യായത്തിൽ പൗലൂസ്ലിയ പറയാണ്, ആ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ഞങ്ങൾക്ക് വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പൊ നിരപ്പിന്റെ ശുശ്രൂഷ വരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുന്ന വ്യക്തികൾ മുറിവേൽക്കപ്പെടുവാൻ, നഷ്ടം സഹിക്കുവാൻ, കഷ്ടം സഹിക്കുവാൻ തയ്യാറാകണം. കാരണം നിരപ്പിന്റെ ശുശ്രൂഷ എവിടെ ചെയ്താലും അവിടെ മുറിവുണ്ട്. അപ്പൊ മനുഷ്യരുടെ ഇടയിൽ നിരപ്പിന്റെ ശുശ്രൂഷ ചെയ്ത ക്രിസ്തുവിന്റെ ശരീരത്തിൽ മുഴുവൻ മുറിവുകൾ ഏൽക്കപ്പെട്ടു. അതാണ് യഥാർത്ഥ ശുശ്രൂഷ, മിനിസ്ട്രി ഓഫ് റിക്കൺസിലിയേഷൻ. ഇപ്പൊ നമ്മളൊന്നും വിട്ടുകൊടുക്കുകയില്ല, നഷ്ടം സഹിക്കാൻ തയ്യാറല്ല. ദാറ്റ് ഈസ് നോട്ട് ക്രിസ്ത്യാനിറ്റി. ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ അവിടെ നഷ്ടം സഹിക്കുക. കാരണം ഇവിടെ 10,000 താലന്ത് ഇളച്ച് കിട്ടിയവന് 100 വെള്ളിക്കാശ് പോലും നഷ്ടപ്പെടുത്താൻ മനസ്സില്ലായിരുന്നു. അവന്റെ യജമാനൻ അവനിൽ നിന്ന് ആഗ്രഹിച്ചത് ഔദാര്യപൂർണമായ ഒരു സമീപനമാണ്. തന്റെ സ്നേഹിതനോട് ഔദാര്യപൂർണമായി അവൻ പെരുമാറുന്നത് കാണാൻ രാജാവ് കാത്തിരിക്കുകയാണ്. പക്ഷെ അവൻ രാജാവിനെ നിരാശപ്പെടുത്തി. പക്ഷെ ഇവിടെ ഓർണാന്റെ മെതിക്കളത്തിലേക്ക് നോക്ക്. സഹോദര സ്നേഹത്തിന്റെ അത്യുദാത്തമായ ഉജ്ജ്വലമായ മാതൃകയാണ്. അവിടെയാണ് ദൈവാലയം പണിത്. അവിടെയാണ് പിന്നീട് യെരുശലേം ദൈവാലയവും ഉയർന്നു വന്നത്, ഓർണാന്റെ മെതിക്കളത്തിൽ. അവിടെയാണ് ദൈവത്തിന്റെ തീ ഇറങ്ങി വന്നത്. അവിടെയാണ് ദൈവത്തിന്റെ തേജസ് മേഘമായി ഇറങ്ങി വന്നത്. ആ സ്ഥലത്തെക്കുറിച്ചാണ് ശലോമോൻ പറഞ്ഞത്, ഇവിടെ നിന്ന് കഴിക്കുന്ന പ്രാർത്ഥനകൾക്ക് ദൈവം തമ്പുരാൻ ഉത്തരം നൽകും. കാരണം സഹോദര സ്നേഹം. നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടണമെങ്കിൽ, നിങ്ങളുടെ നോയിമ്പ് അർത്ഥപൂർണമാകണമെങ്കിൽ, ദൈവാനുഗ്രഹം നിബദ്ധമായി തീരണമെങ്കിൽ, ക്ഷമിക്കുവാൻ, ഐക്യപ്പെടുവാൻ, അനുരഞ്ജനപ്പെടുവാൻ, സമാധാനത്തെ കൊണ്ടുവരുവാൻ ശ്രമിക്കണം. അപ്പൊ നോയിമ്പിലേക്ക് പ്രവേശിക്കുന്ന മലങ്കര സഭയിലുള്ള എല്ലാവർക്കും അർത്ഥപൂർണമായ അനുഗ്രഹപ്രദമായ ഒരു നോയിമ്പുണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് സമാധാനത്തിന്റെ ശുഭകോന ഉണ്ടാകട്ടെ. കാരണം ക്ഷമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ട് കർത്താവ് പറഞ്ഞത്. കാരണം കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന, നമ്മൾ ഏറ്റവും കൂടുതൽ പ്രാവശ്യം ആവർത്തിക്കുന്ന പ്രാർത്ഥന, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ആ പ്രാർത്ഥനയ്ക്കകത്ത് ഒരു ക്ലോസേ ഉള്ളൂ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളുടെ പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പൊ സത്യത്തിൽ നമ്മുടെ കടങ്ങളും പാപങ്ങളും എങ്ങനെയാണ് ക്ഷമിക്കപ്പെടുന്നത്? നമ്മൾ തെറ്റുകൾ ചെയ്യുമ്പോൾ നമ്മുടെ കുറ്റങ്ങൾ, നമ്മുടെ കുറവുകൾ, അത് ക്ഷമിക്കുവാനുള്ള കീ നമ്മുടെ കയ്യിൽ കർത്താവ് തന്നിരിക്കുകയാണ്. അപ്പൊ ആ പ്രാർത്ഥന, ഇറ്റ് ഈസ് ആൻ ഓൾറെഡി ആൻസേർഡ് പ്രയർ. മറുപടി നൽകപ്പെട്ടിരിക്കുകയാണ്. എന്താണത്? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ പ്രാർത്ഥന നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. അപ്പോൾ നമ്മുടെ കടങ്ങളും പാപങ്ങളും എങ്ങനെ, ഏതളവ് വരെ, ഏതു തലത്തിൽ നമ്മളോട് ക്ഷമിക്കപ്പെടും? നമ്മൾ നമ്മുടെ കടക്കാരോട് എങ്ങനെ ക്ഷമിച്ചോ അങ്ങനെ ക്ഷമിക്കപ്പെടും. അപ്പൊ കീ എവിടെയാണ്? നമ്മുടെ കയ്യിലാണ്. അതാണ് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ഭൂമിയിൽ കെട്ടുന്നതെല്ലാം സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നിങ്ങൾ ഭൂമിയിൽ അഴിക്കുന്നതെല്ലാം സ്വർഗത്തിൽ അഴിയപ്പെട്ടിരിക്കും. അത് നമ്മൾ കൺഫസ് ചെയ്യുകയാണ് ഈ പ്രയറിലൂടെ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. അപ്പം നിങ്ങളുടെ കടങ്ങളെ ഓർത്ത്, നിങ്ങളുടെ പാപങ്ങളെ ഓർത്ത് നിങ്ങൾ ദുഃഖിക്കേണ്ട ആവശ്യം, നിരാശപ്പെടേണ്ട ആവശ്യം ഒട്ടുമേ ഇല്ല. കാരണം നിങ്ങൾ എങ്ങനെ നിങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചു? നിങ്ങൾക്ക് കൂടുതൽ പാപപ്പൊറുതി ആവശ്യമാണോ? നിങ്ങൾക്ക് കൂടുതൽ സൗഖ്യം ആവശ്യമാണോ? നിങ്ങൾ കൂടുതൽ അനുരഞ്ജനപ്പെടണമോ? ദൈവികമായ സമാധാനത്തിൽ നിറയണമോ? നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുക. ഇറ്റ് ഈസ് സോ സിമ്പിൾ. നിങ്ങളുടെ കടക്കാരോട് ക്ഷമിക്കുക. നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ എങ്ങനെ ക്ഷമിക്കുന്നുവോ അങ്ങനെ നിങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അല്ലാതെ
നമ്മുടെ വാചകങ്ങൾ കൊണ്ടോ മുഖസ്തുതി കൊണ്ടോ ഒന്നും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൽ നിന്ന് അനുഗ്രഹങ്ങൾ ലഭിക്കത്തില്ല. കാരണം കർത്താവ് കണ്ടീഷൻ പഠിപ്പിച്ചിരിക്കണം. കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചിരിക്കണം. അവിടെ പറയാണ്, നിങ്ങളുടെ കടക്കാരോട് നിങ്ങൾ ക്ഷമിക്കുന്നത് പോലെ. അപ്പം അതുകൊണ്ട് അത് നമ്മളെ കൊണ്ട് തന്നെ ഏറ്റുപറയിക്കുകയാണ്, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ. അപ്പം അവിടെ ഒരു മിനിറ്റ് നിർത്തണം, നിർത്തിയിട്ട് ചിന്തിക്കണം, എങ്ങനെയാണ് ക്ഷമിച്ചത്? നമ്മളുടെ കടക്കാരോട് നമ്മൾ ക്ഷമിച്ചതുപോലെ നമ്മുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. മലങ്കര സഭയിലുള്ള ഓരോ വ്യക്തികളും കുടുംബമായും ഇടവകകളായും സഭയായും ചിന്തിക്കണം, എങ്ങനെയാണ് നമ്മൾ ക്ഷമിക്കുന്നത്? അതേ മാതൃകയിൽ കർത്താവ് നമ്മളോട് ക്ഷമിക്കും. കർത്താവിൻ്റെ ക്ഷമ, കർത്താവിൻ്റെ കാരുണ്യം, കർത്താവിൻ്റെ ഐശ്വര്യം, അനുഗ്രഹം, സമാധാനം എല്ലാം ആ കണ്ടീഷനിലാണ്. നിങ്ങൾ അളക്കുന്ന അളവിനാൽ തന്നെ നിങ്ങൾക്കും അളന്നു കിട്ടും. ഇത് കർത്താവായ ഈശോ പറഞ്ഞാണ്, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. അപ്പൊ അതേ അളവിനാണ് നമ്മൾ കളക്കുന്നത്. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. രണ്ടുമൂന്ന് രീതിയിൽ ക്ഷമിക്കാം. ഹൃദയപൂർവ്വം ക്ഷമിക്കുക. പണ്ടൊരാള് രോഗിയായി മരണാസന്നനായി, ഇപ്പൊ ഡോക്ടർ പറഞ്ഞു വലിയ ഹോപ്പൊന്നുമില്ല, ഒരുപക്ഷെ മരിച്ചു പോകാം. അപ്പൊ അദ്ദേഹം വർഷങ്ങളായി തൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു, തൻ്റെ ഒരു ബിസിനസ്സിൽ പാർട്ട്ണറായിരുന്നു, പിണങ്ങിയതാണ്. ഇയാൾ മറ്റേ ആളെ അല്പം വഞ്ചിക്കുകയും സാമ്പത്തിക ക്രമക്കേടിൽ പിണങ്ങിയതാണ്. വലിയ വൈരാഗ്യമാണ്. കുറെ വർഷങ്ങൾ, ദീർഘകാലം അവർ സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഈ മരണക്കടക്കയിൽ കിടക്കുന്ന ആള് പറഞ്ഞു, എന്നാൾ ഞാൻ മരിക്കാൻ പോവാണ്, യേശു തമ്പുരാനെ ചെന്ന് കാണണം. അതുകൊണ്ട് ഇവരോട് ക്ഷമ ചോദിച്ച് നിരപ്പായിട്ട് അങ്ങ് മരിച്ചേക്കാം, പിന്നെ അവിടെ ചെല്ലുമ്പം വലിയ കുഴപ്പമില്ല നിൽക്കാം. അങ്ങനെ ആള് പോയി. മറ്റേ സ്നേഹിതൻ വന്നു, എൻ്റെ സുഹൃത്ത് തന്നോട് ക്ഷമ ചോദിക്കാൻ വേണ്ടി വിളിക്കുകയാണ്. ഞാൻ മരണാസന്നനാണ്. മറ്റേ സുഹൃത്ത് വന്ന് രണ്ടുപേരും കണ്ടു, കൈ കൊടുത്തു, കണ്ണിൽ നോക്കി രണ്ടുപേരും പൊട്ടിക്കരഞ്ഞു. ഇദ്ദേഹം അദ്ദേഹത്തോട് ക്ഷമ ചോദിച്ചു, അദ്ദേഹം തിരിച്ചു ക്ഷമ ചോദിച്ചു. വലിയൊരു നിരപ്പിന്റെ ശുശ്രൂഷ കണ്ടു നിന്നവർക്കൊക്കെ വലിയ സന്തോഷമായി. കുറെ സമയമൊക്കെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് മറ്റേ ആള് ഇറങ്ങുകയാണ്. ആള് തന്റെ മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പം ഈ ഹോസ്പിറ്റൽ ബെഡിൽ കിടക്കുന്ന ആള് കൈ ഉയർത്തി, ഒന്ന് തിരിച്ചു വിളിക്കാൻ പറഞ്ഞു. പുറത്തേക്ക് നടന്നു പോയ ആളെ തിരിച്ചു വിളിച്ചു. അയാൾ തിരിച്ചു വന്ന് എന്താണെന്ന് ചോദിച്ചപ്പം ഈ ബെഡിൽ കിടക്കുന്ന ആൾ പറഞ്ഞു, ഇനി അഥവാ ഞാൻ മരിക്കുന്നില്ല, സൗഖ്യമാവുകയാണെങ്കിൽ ഇപ്പോൾ ഈ നടന്നതെല്ലാം മറന്നേക്കണം. പിന്നെ വൈരം പഴയ പോലെയാണ്. ഞാൻ മരിക്കുന്നില്ലെങ്കിൽ ഈ റിക്കൺസിലിയേഷൻ ക്യാൻസറാണ്. പല ആളുകൾ ക്ഷമിക്കുന്ന അങ്ങനെയാണ്. കണ്ടീഷനിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ നേരത്ത് ഒരു താൽക്കാലികമായ ടെമ്പററി അഡ്ജസ്റ്റ്മെന്റ്, ക്ഷമിച്ചു എന്ന നാട്യം. അപ്പൊ അതാണ് കർത്താവ് അവിടെ ആ ക്ലോസ് വെച്ചിരിക്കുന്നത്. ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ. ക്ഷമിച്ചിരിക്കുന്നു എന്ന വാക്കൊക്കെ ആർക്കും പ്രയോഗിക്കാം, പുറമേ പറയാം, പക്ഷെ ഹൃദയപൂർവം ക്ഷമിക്കുക. ഹൃദയപൂർവം ക്ഷമിക്കാഞ്ഞാൽ, ഹൃദയപൂർവം ക്ഷമിക്കുവാൻ. ഇപ്പം നോയമ്പ് ആരംഭിക്കുന്ന സമയത്ത് എല്ലാ മനുഷ്യരോടും നിരപ്പ് പ്രാപിക്കുക, സമാധാനം ആചരിക്കുക, ഹൃദയപൂർവം ക്ഷമിക്കുക, ക്ഷമ ചോദിക്കുക. കാരണം നീ ബലി അർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ നീ നിന്റെ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ ചെന്ന് നിന്റെ സഹോദരനോട് നിരന്നുകൊള്ളണം. പിന്നത്തേതിൽ വന്ന് നിന്റെ ബലി അർപ്പിക്കണം. അങ്ങനെയല്ല കർത്താവ് പറഞ്ഞത്. നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിനക്ക് നിന്റെ സഹോദരനോട് എന്തെങ്കിലും ഉണ്ടെന്ന് നിനക്ക് തോന്നിയാൽ, അങ്ങനെയല്ല, നീ ബലിയർപ്പിക്കാൻ വരുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പ്രയാസമുണ്ട് എന്ന് നിനക്ക് തോന്നിയാൽ, നിനക്ക് പ്രയാസമൊന്നും കാണത്തില്ല, നിന്റെ ഹൃദയം വളരെ വിശുദ്ധമാണ്, നമുക്കെല്ലാം അറിയാമല്ലോ, നമ്മുടെ നിർമ്മലമാണ്, നമുക്ക് ഭയങ്കര സ്നേഹമാണ്, നമ്മളെ സംബന്ധിച്ച് ഒരു പ്രയാസവും ഇല്ല. പക്ഷെ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും പ്രയാസം ഉണ്ട് എന്ന് തോന്നിയാൽ, നിന്റെ സഹോദരൻ എന്ന് പറയുമ്പോൾ നീ ദൈനംദിനം ഇടപെടുന്ന വ്യവഹാരം എന്ന് പറഞ്ഞാൽ കോടതി കേസിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. വ്യവഹാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരസ്പരം ഉള്ള ഇടപെടലുകൾക്കാണ്. നമ്മൾ ദിനംതോറും വ്യവഹരിക്കുന്ന, ഇടപെടുന്ന വ്യക്തികൾ, ബന്ധമുള്ളവർ,
അങ്ങനെയുള്ള ആർക്കെങ്കിലും നിന്നോടെന്തെങ്കിലും ഉണ്ടോ? അതുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ കൗൺസിലിങ്ങിന് വന്നിരിക്കാൻ ചോദിക്കാണ്, ബ്രദറിന് ആരോടെങ്കിലും വല്ല പിണക്കോ വഴക്കോ അങ്ങനെ വല്ലതും ഉണ്ടോ? ഇരിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുന്നില്ല. നമ്മൾ കാരണം ദൈവാനുഗ്രഹം പ്രാപിക്കാൻ എനിക്ക് ആരോടും പിണക്കമില്ല. ദൈവമേ സ്തോത്രം. ഓക്കെ, ബ്രദറിന് ആരെങ്കിലും ശത്രുക്കളുണ്ടോ? ഉണ്ടോന്ന്. അതേ ഉള്ളൂ. അപ്പൊ ആരൊക്കെയാണ്? അപ്പോൾ ഒരു ലിസ്റ്റ് അതങ്ങ് എഴുതുക. നിന്നോട് വിരോധമുള്ളവരുടെ ലിസ്റ്റ് എഴുതിയിട്ട് അവരുടെ അടുക്കൽ ചെന്ന് സമാധാനം പ്രാപിക്കണം. നിന്നോട് വിരോധമുള്ളവർക്ക് അവരോട് ചെന്ന് നീ എന്ത് ചെയ്യണം? സമാധാനം ആചരിക്കണം. അവനോട് നിരപ്പാകണം. നിനക്ക് അവരുടെ പ്രയാസം കാണത്തില്ല. കാരണം കർത്താവിന് തന്നെ അറിയാം നിന്റെ സൂത്രങ്ങളും ഒക്കെ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, നിനക്ക് വിരോധമുണ്ടെങ്കിൽ എന്നൊരു പ്രയോഗമേ കർത്താവ് പറഞ്ഞില്ല. കാരണം നിനക്കാരോടും വിരോധമില്ലെന്നും നീ ക്ലീൻ ആളാണെന്നും നീ വളരെ സമർത്ഥനും വിശുദ്ധനും നീതിമാനും സൽസ്വഭാവിയും ഒക്കെയാണെന്ന് കർത്താവിന് അറിയാവുന്നതുകൊണ്ട് കർത്താവ് പറയാണ്, നിന്നോട് ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ അവരുടെ അടുക്കൽ ചെന്ന് നിരപ്പ് പ്രാപിക്കണം. നിരപ്പ് പ്രാപിച്ചിട്ട് വന്ന് ബലിയർപ്പിക്കണം. ആ ബലിയർപ്പണമാണ് സ്വീകാര്യമാകുന്ന ബലി. കാരണം മുറിവുകളോടുകൂടെ ഉള്ള ബലിയർപ്പണം. മനുഷ്യകുലത്തിൽ നിന്ന് ദൈവം തമ്പുരാൻ സ്വീകരിച്ച ബലി ഏതാണ്? മുറിവുകളോടുകൂടിയ ഒരു ബലിയാണ്. അത് ക്രിസ്തു സമർപ്പിച്ച ബലിയാണ്. ക്രിസ്തുവിലൂടെയാണ് നമ്മുടെ യാഗാർപ്പണങ്ങൾ പൂർത്തിയാകുന്നത്. അപ്പൊ ക്രിസ്തുവിന്റെ ബലിയോട് ചേർത്ത് വെക്കുകയാണ് നമ്മുടെ ബലി, നമ്മുടെ സ്തോത്രം, നമ്മുടെ ആരാധന, നമ്മുടെ യാഗം. അപ്പൊ അത് ക്രിസ്തു അർപ്പിച്ച ബലിയുടെ ആ സ്റ്റാൻഡേർഡിലാണ് നമ്മൾ അർപ്പിക്കുന്നത്. അതുകൊണ്ടാണ് പൗലോസ്ലീഹ പറയുന്നത്, ക്രിസ്തുവിന്റെ കഷ്ടാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുന്നു. ക്രിസ്തുവിന്റെ ശരീരത്തിൽ കുറവായുള്ള പീഡാനുഭവങ്ങളിൽ കുറവായുള്ളത് ഞാൻ എൻ്റെ ശരീരത്തിൽ പൂരിപ്പിക്കുകയാണ്. കാരണം ആ മുറിവുകൾ എങ്ങനെയാണ് ക്രിസ്തു മുറിവേറ്റത്? ക്രിസ്തു മുറിവേറ്റത് ക്ഷമിച്ചത് കൊണ്ടാണ്. ക്ഷമയുടെ മുറിപ്പാടുകളാണ്. പത്രോസിനോട് കർത്താവ് പറയാണ്, ശിമോനെ നീ വാൾ ഉറയിലിടുക. 12 ലഹ്യോനിലധികം ദൂതന്മാർ ഇവിടെ നിപ്പുണ്ട്. ഗതസമന തോട്ടത്തിൽ 70,000 മാലാഖമാർ നിൽക്കുക. അതാ യേശു പത്രോസിനോട് പറഞ്ഞു 72,000. ഒരു സിംഗിൾ ദൂതനാണ് അശൂർ പാളയത്തിൽ പോയി 1,85,000 പേരെ കൊന്നത്. അപ്പൊ ഒറ്റയടിക്ക് ഒരു 2,00,000 പേരെ കൊല്ലാൻ പവറുള്ള ദൂതനാണ് ഒരു ദൂതൻ. ആ തരത്തിലുള്ള 70,000 ദൂതന്മാർ കർത്താവിനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. ശിമോൻ അത് കാണാൻ കഴിഞ്ഞില്ല. എലീശയ്ക്ക് ചുറ്റും സ്വർഗീയ സൈന്യം ഇറങ്ങി നിന്നതുപോലെ എലീശയുടെ ദാസന് കാണാൻ കഴിഞ്ഞില്ല. അതുപോലെ ഗതസമന തോട്ടത്തിൽ 70,000 ദൂതന്മാർ നിൽക്കുകയാണ്, കർത്താവിനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. എന്തിനും തയ്യാറായി അവന്റെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുന്ന ദൂതന്മാർ കോടിയാണ്. കോടി ദൂതന്മാർ അവന്റെ ആജ്ഞയ്ക്ക് കാത്തു നിൽക്കുക. അവിടെയാണ് ക്ഷമിച്ചത്. പവറില്ലാഞ്ഞിട്ടല്ല, പവർ ഉള്ളപ്പോൾ, അധികാരമുള്ളപ്പോൾ, ശക്തിയുള്ളപ്പോൾ ക്ഷമിക്കുകയാണ്. ബലഹീനന്റെ ക്ഷമയല്ല, ക്ഷമായാചനയല്ല, ശക്തന്റെ ക്ഷമ. കരുത്തുള്ളപ്പോൾ ആ ക്ഷമയ്ക്കാണ് മൂല്യമുള്ളത്. എല്ലാ അവകാശവും നിങ്ങൾക്കായിരിക്കും, എല്ലാ റൈറ്റും നിങ്ങൾക്കായിരിക്കും. നമ്മുടെ റൈറ്റ് നഷ്ടപ്പെടുത്തുമ്പോൾ, നമ്മുടെ പവർ ഉപയോഗിക്കണ്ട എന്ന് വെക്കുമ്പോൾ, നമ്മുടെ അധികാരം എക്സർസൈസ് ചെയ്യണ്ട എന്ന് വെക്കുമ്പോൾ, അതാണ് പത്രോസിനോട് കർത്താവ് പറഞ്ഞു, വാൾ ഉറയിലിടുക. പത്രോസിനോട് പറയാം, വാൾ ഉറയിലിടുക. ഇന്ന് എത്ര പേര് തയ്യാറാകും വാൾ ഉറയിലിടുക? വാൾ ഉറയിലിടുക. നിങ്ങൾക്ക് അധികാരം കാണും, നിങ്ങൾക്ക് റൈറ്റ് കാണും, നിങ്ങൾക്ക് പവർ കാണും, പക്ഷേ പണം കാണും. അതുള്ളപ്പോൾ തന്നെ ക്ഷമിക്കുക. അതാണ് ക്രിസ്തു ചെയ്തത്. അതാണ് ട്രൂ വർഷിപ്പ്. അതാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി മനുഷ്യവർഗത്തിൽ നിന്ന്.
അതുകൊണ്ടാണ് നമ്മൾ കർത്താവിനെ ഉയർത്തുന്നത്. ദ അക്സെപ്റ്റബിൾ സാക്രിഫൈസ്, പെർഫെക്റ്റ് സാക്രിഫൈസ്. അപ്പോൾ ഏറ്റവും പരിപൂർണമായ യാഗം ക്രിസ്തുവിന്റെ യാഗമാണ്. അപ്പൊ അത് ക്ഷമിക്കുന്നതാണ്. അപ്പൊ ക്രിസ്തു ക്ഷമിച്ചപ്പോഴാണ് ഈ മുറിവ് മുഴുവൻ ഏറ്റത്. അപ്പൊ കർത്താവിന്റെ മുറിപ്പാടുകൾ മുഴുവൻ എന്താണത്? തന്റെ ക്ഷമയുടെ മുറിപ്പാടുകളാണ്, ക്ഷമ നിമിത്തം ഏറ്റ മുറിപ്പാടുകളാണ്. നമ്മുടെ ആരാധന അങ്ങനെയുള്ള ഒരു ക്ഷമയുടെ ആരാധനയാകുക, നിരപ്പിന്റെ അനുരഞ്ജനത്തിന്റെ മുറിപ്പാടുകളാണ് ദൈവിക അംഗീകാരത്തിന്റെ അടയാളങ്ങൾ. നമ്മുടെ ശരീരത്തിൽ മുറിപ്പാട് പോലും ഉണ്ടേ. മുറിപ്പാട് വെട്ടിപ്പിടിച്ചവർ ആരും ചരിത്രത്തിൽ അനുസ്മരിക്കപ്പെടുന്നില്ല. നെപ്പോളിയൻ പറഞ്ഞു, എന്റെ സാമ്രാജ്യം അസ്തമിക്കും. സീസറിന്റെയും അലക്സാണ്ടറിന്റെയും ഒക്കെ സാമ്രാജ്യം അസ്തമിച്ചതുപോലെ. കാരണം ഞങ്ങൾ വാളുകൊണ്ട് വെട്ടിയും അധികാരം ഉപയോഗിച്ചും ബലം പ്രയോഗിച്ചും സാമ്രാജ്യങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചു. നഷ്ടപ്പെടുത്തുന്നവൻ നിത്യമായി അതിനെ നേടും. ക്രിസ്തു പറഞ്ഞതാണ്. അപ്പൊ നഷ്ടപ്പെടുത്തുന്നതിലൂടെയാണ് നേടുന്നത്. ബലമായി പിടിച്ചെടുക്കുന്നതിലൂടെ ഒരു സാമ്രാജ്യവും നിലനിൽക്കത്തില്ല. ബലപ്രയോഗത്തിലൂടെ, പിടിച്ചെടുക്കലിലൂടെ, വെട്ടിപ്പിടിക്കലിലൂടെ സാമ്രാജ്യം സ്ഥാപിച്ച എല്ലാം നഷ്ടപ്പെട്ടു പോയി. ക്രിസ്തുവോ മുറിവുകളിലൂടെ ഒരു സാമ്രാജ്യം സ്ഥാപിച്ചു. മുറിപ്പാടിലൂടെ, നഷ്ടപ്പെടുത്തുന്നതിലൂടെ, എല്ലാം ഉപേക്ഷിക്കുന്നതിലൂടെ, സ്വന്തം ജീവൻ പോലും ഉപേക്ഷിക്കുന്നതിലൂടെ ക്രിസ്തു സ്ഥാപിച്ച സാമ്രാജ്യം അത് ഇന്ന് നിലനിൽക്കാണ്, വളരുകയാണ്. അപ്പൊ അതാണ് നിന്റെ രാജ്യം വരണമേ. സ്വർഗസ്ഥനായ പിതാവേ പ്രാർത്ഥനയാണ്. ആ പ്രാർത്ഥനയിൽ ഒരു മനുഷ്യന്റെ ആയുഷ്കാലം മുഴുവൻ വേണ്ട എല്ലാ തിയോളജിയുമുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ നിന്റെ രാജ്യം വരണം. അപ്പൊ കർത്താവിന്റെ ആ രാജ്യം എങ്ങനെയാണ് രാജ്യം വരുന്നത്? മുറിപ്പാടുകളിലൂടെയാണ് ആ രാജ്യം വരുന്നത്. നഷ്ടപ്പെടുത്തലിലൂടെ, ത്യാഗത്തിലൂടെ, കരുണയിലൂടെ, സ്നേഹത്തിലൂടെ, മനസ്സലിവിലൂടെ, അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ നമ്മളെ ഭരമേൽപ്പിച്ചിരിക്കുന്നതെന്നാണ് പൗലോസ്ലിയ പറഞ്ഞത്. അപ്പൊ അതിലൂടെയാണ് ഈ രാജ്യം സ്ഥാപിക്കപ്പെടുന്നത്. അതാണ് ക്രിസ്തു ചെയ്തത്. ക്രിസ്തു ക്രൂശ കിടക്കുകയാണ്. ക്രൂശ കിടന്ന് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്. ഇതാണ് ട്രൂ സാക്രിഫൈസ് ആണ്. സാക്രിഫൈസ് എങ്ങനെയാ? ഞാൻ പലവിധ പീഡനങ്ങളും യാതനകളും കഷ്ടങ്ങളും എല്ലാം കർത്താവിനെ പ്രതി സഹിച്ചു. ഞാൻ കർത്താവിന്റെ വേലയിൽ ഇങ്ങനെ ഇറങ്ങി ഇത്ര വർഷമായി, എനിക്ക് എന്തെല്ലാം നിന്ദകളാണ്, അപമാനങ്ങൾ. ഒരു പദം പറച്ചിലുമില്ല. നമ്മൾ പലപ്പോഴും യോഗങ്ങളിൽ ചെല്ലുമ്പോൾ ആളുകളുടെ കംപ്ലൈൻസ് കേൾക്കാം. ഇങ്ങനെ ഞാൻ കഴിഞ്ഞ ദീർഘവർഷങ്ങളായി 16 വർഷമായി കഷ്ടം അനുഭവിക്കുന്നു, നിന്ദ അനുഭവിക്കുന്നു, പരിഹാസം അനുഭവിക്കുന്നു. എന്ത് പാട്ടിനകത്തും കേൾക്കാം നിന്ന, പരിഹാസം, ഇതൊക്കെ കംപ്ലൈനിങ് ആണ്. കർത്താവിനെ പ്രതി നിന്നയേൽക്കുവാൻ ഞങ്ങൾക്കൊരവസരം ലഭിച്ചു എന്നോർത്ത് 4-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി നോക്കുമ്പോൾ അപ്പോസ്തലന്മാരെ വിളിച്ച് അവരടിച്ചു, അപമാനിച്ചു, മുറിവേൽപ്പിച്ചു. അപ്പോസ്തലപ്രവൃത്തി 4 പത്രോസും കൂട്ടരും അവരെന്ത് ചെയ്തെന്നറിയാമോ? അവർ കർത്താവിനെ പ്രതി അപമാനം സഹിക്കാൻ അവസരം കിട്ടിയതിൽ അത്യധികം സന്തോഷിച്ചു. കാരണം ക്രിസ്തുവിന്റെ മുറിവിനോട് ചേർത്ത് വെക്കുവാൻ എനിക്കും ഒരു മുറിപ്പാട്, ക്രിസ്തുവിന്റെ മുറിവിനോട് ചേർത്ത് വെക്കുവാൻ എനിക്കും ഒരു മുറിപ്പാട്, ക്രിസ്തുവിന്റെ നഷ്ടത്തോട് ചേർത്ത് വെക്കുവാൻ എനിക്കും ഒരു നഷ്ടം. അപ്പോസ്തലപ്രവൃത്തി 16 നിങ്ങൾ നോക്ക്. 4-ാം അധ്യായത്തിൽ പത്രോസാണ്, 16-ാം അധ്യായത്തിൽ പൗലൂസാണ്. പൗലൂസിനെ ഒരു പട്ടണത്തിലേക്ക് സുവിശേഷ വേലയ്ക്ക് പോവുക. ചെറുപ്പക്കാർ 2 പേര്, പൗലൂസും ശീലാസും. പട്ടണത്തിൽ വെച്ച് അവരെ പിടിച്ചിട്ട് നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് അവരുടെ വസ്ത്രം മുരിഞ്ഞു കളഞ്ഞ് നഗ്നരാക്കി. എന്തൊരു അപമാനമാണ്. എന്നിട്ട് അവരുടെ ശരീരം മുഴുവൻ അടിച്ച് മുറിവേൽപ്പിച്ചു. കൈകാലുകൾ ആമത്തിലിട്ടു, അകത്തുകൊണ്ട് ബന്ധിച്ചു. പകലത്തെ ക്ഷീണം, അപമാനം, ആളുകളുടെ കൂക്കിവിളി, നഗ്നത, ദേഹം മുഴുവൻ മുറിവ്, അതുകൂടാതെ കയ്യിൽ ചങ്ങല. പക്ഷെ അർദ്ധരാത്രി ആയപ്പോൾ അവർ പാടി സ്തുതിച്ചു. അവരെന്തിനാ പാടി സ്തുതിച്ചത്? കർത്താവിനെ പ്രതി കിട്ടിയ മുറിവുകൾ, നഷ്ടങ്ങൾ. അപ്പൊ ഞങ്ങൾക്കും കിട്ടി കർത്താവിന്റെ മുറിപ്പാടിനോട് ചേർത്ത് വെക്കുവാൻ ഒരു മുറിപ്പാട്.
അപ്പൊ ക്രിസ്തുവിന്റെ മുറിപ്പാടിനോട് ചേർത്ത് വെക്കുവാൻ ഒരു മുറിപ്പാട് കിട്ടിയെന്നുള്ള സന്തോഷത്തിലാണ് അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസും ശീലാസും പാടിയ. എന്നെ കേൾക്കുന്ന നഷ്ടങ്ങൾ സംഭവിച്ചിരിക്കുന്ന മുറിപ്പാടുകളുള്ള പ്രിയപ്പെട്ടവരെ, ക്ഷമിച്ചതുകൊണ്ട്, സ്നേഹിച്ചതുകൊണ്ട്, അനുരഞ്ജനപ്പെട്ടതുകൊണ്ട്, സമാധാനത്തിന്റെ വാഹകനായതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച നഷ്ടങ്ങൾ, നിങ്ങൾക്ക് സംഭവിച്ച മുറിവുകൾ, അത് ക്രിസ്തുവിന്റെ മുറിവോട് ചേർത്ത് വെക്കുമ്പോഴാണ് അർത്ഥപൂർണമായ ആരാധന ഉണ്ടാകുന്നത്. അതിനെയാണ് ബുദ്ധിയുള്ള ആരാധന. ഈ ലോകത്തിന് അനുരൂപമായി തീരാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുക. ഗുഡ്, ആക്സെപ്റ്റബിൾ ആൻഡ് പെർഫെക്റ്റ് വിൽ ഓഫ് ഗോഡ്. ഗുഡ് സാക്രിഫൈസ്, acceptable sacrifice, perfect sacrifice. നന്മ, പ്രസാദം, പൂർണ്ണത. നന്മയുള്ള ആരാധനയുണ്ട്, പ്രസാദമുള്ള ആരാധനയുണ്ട്, പൂർണ്ണതയുള്ള ആരാധനയുണ്ട്. പെർഫെക്റ്റ് വർഷിപ്പ്, പെർഫെക്റ്റ് സാക്രിഫൈസ്. അതാണ് പൗലോസ് ശ്ലീഹ റോമാലേഖനം 12 അധ്യായത്തിൽ ഗ്രേഡ് ചെയ്യുകയാണ് 3 നല്ല ആരാധന, സ്വീകാര്യമായ ആരാധന, പരിപൂർണതയുള്ള ആരാധന, പെർഫെക്റ്റ് സാക്രിഫൈസ്. അപ്പം നമ്മൾ പ്രാർത്ഥിക്കേണ്ടതാണ്, നിങ്ങളുടെ മുറിവുകളെ ക്രിസ്തുവിന്റെ മുറിവിനോട് ചേർത്ത് വെക്കാൻ കൊള്ളാവുന്ന മുറിവാണോ? പത്രോസ് പറയാണ്, അതെ, എൻ്റെ മുറിവ് ചേർത്ത് വെക്കാൻ കൊള്ളാം. കാരണം നമ്മൾ ആരും ഈ വേദന അനുഭവിക്കുന്നത് കള്ളനോ കൊലപാതകയോ ആയിട്ടല്ല, ക്രിസ്തുവിന്റെ നാമത്തെ പ്രതിയാണ്, ക്രിസ്തുവിന്റെ സ്നേഹത്തെ പ്രതിയാണ്, ക്രിസ്തുവിന്റെ ത്യാഗത്തെ പ്രതിയാണ്. അപ്പൊ മനുഷ്യവർഗത്തിൽ നിന്ന് ഏറ്റവും സ്വീകാര്യമായ ആ ബലി നഷ്ടപ്പെടുത്തലിലൂടെ, മുറിവേൽക്കലിലൂടെ, ആ മുറിപ്പാടുകളിലൂടെയാണ് ആരാധന ഉയരുന്നത്. ക്ഷമിക്കുക എന്നുള്ളതാണ്. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കുക. അപ്പൊ അനുരഞ്ജനത്തിന്റെ ശുശ്രൂഷ ക്രൂശിൽ കിടക്കാണ് കർത്താവ്. ഇപ്പൊ എന്താ, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം നിരപ്പിക്കുകയാണ്. കുരിശ് മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധമാണ്. മനുഷ്യനും ദൈവവുമായിട്ടുള്ള ബന്ധം വെർട്ടിക്കൽ റിലേഷൻഷിപ്പാണ്. വെർട്ടിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മാൻ ആൻഡ് ഗോഡ്. പിന്നെന്താണ്, ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പാണ്. ഹൊറിസോണ്ടൽ റിലേഷൻഷിപ്പ് ഇങ്ങനെ ഉണ്ടോ, മനുഷ്യനും തമ്മിലുള്ള ബന്ധം. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ബന്ധം വെർട്ടിക്കൽ, കുരിശിന്റെ വെർട്ടിക്കൽ പോളാണ്. മനുഷ്യനുമായിട്ടുള്ള ബന്ധം ഹൊറിസോണ്ടൽ പോളാണ്. കർത്താവ് കുരിശേ കടന്നിങ്ങനെ മുകളിലോട്ട് നോക്കി, പിതാവേ, ഞാൻ മനുഷ്യനായി ഇവരുടെ ഇടയിൽ പാർത്തു, ഇവരെല്ലാം എന്നെ ഉപദ്രവിച്ചു, അപമാനിച്ചു, മർദ്ദിച്ചു, ക്രൂശിച്ചു, ഇതാ ഞാൻ മരിക്കുന്നു, നിനക്ക് സ്തോത്രം. ഇതൊക്കെയാണല്ലോ മനുഷ്യൻ ചെയ്തത്. അങ്ങനെയല്ല കർത്താവ് ചെയ്തു. കർത്താവ് തന്നെ ഉപദ്രവിച്ചവരെ നോക്കി, മുറിപ്പെടുത്തിയവരെ നോക്കി, ക്രൂശിച്ചവരെ നോക്കി. അപ്പൊ തന്നെ ഉപദ്രവിച്ചവരെയും തന്നെ മുറിപ്പെടുത്തിയവരെയും തന്നെ ക്രൂശിച്ചവരെയും ഒരുമിച്ച് ചേർത്ത് അവരെ ഒരു ആരാധനയായിട്ട് അർപ്പിക്കുകയാണ് സ്തോത്രത്തോടെ. അപ്പൊ നിങ്ങളുടെ ആരാധനയിൽ സൗരഭ്യമുണ്ടാകുന്നത് നിങ്ങളുടെ ശത്രുക്കളെ ചേർത്ത് പിടിക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. അവന് വിശക്കുന്നെങ്കിൽ നീ അവന് തിന്നാൻ കൊടുക്കുകയും. മനസ്സിലായോ? അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ ദാസന്മാരാന്ന് പറയുന്ന ആളുകള് ശത്രുവിന് തിന്നാൻ കൊടുക്കുന്ന പോകട്ടെ, മിത്രത്തിന് പോലും തിന്നാൻ കൊടുക്കുന്നില്ല. സഹോദരൻ കഴിക്കാൻ വെച്ചിരിക്കുന്ന പാത്രത്തിന്റെ മുമ്പിൽ പോയി അതിനിട്ട് തൊഴിക്കുക, അതുവഴി ചെതറിപ്പോവുക. യേശു ജയിക്കട്ടെ. അതല്ല കർത്താവ് പഠിപ്പിക്കുകയാണ്, ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും. കർത്താവ് എന്ന് പറഞ്ഞാൽ കള്ള ഉപദേശിയല്ല, ആ തന്നെ ക്രൂശിച്ചവർക്ക് വേണ്ടി ആ കുരിശിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്, പിതാവേ, ഇവർ ചെയ്യുന്ന എന്തെന്നറിയാകിയാൽ. ഇത് ഇവരുടെ അജ്ഞതയാണ്, ആ അണ്ടർസ്റ്റാൻഡിങ് ആണ്. അപ്പൊ നമ്മളെ ഉപദ്രവിക്കുന്ന ആളുകൾ, അവർക്കിത് തിരിച്ചറിയാൻ പറ്റുന്നില്ല, അവർക്ക് ഈ ലൈറ്റ് കിട്ടുന്നില്ല, അവർക്ക് ബ്രെവിറ്റി ഓഫ് ലൈഫ്, മനുഷ്യജീവിതത്തിന്റെ നിസാരത,
അന്തസാര ശൂന്യത മനസ്സിലാക്കാൻ കഴിയാതെ അവരെന്നെ ഉപദ്രവിക്കുന്നു, എന്നെ കവർച്ച ചെയ്യുന്നു, എന്നെ പീഡിപ്പിക്കുന്നു. അപ്പൊ കർത്താവ് ആ സമയത്ത് തന്റെ മുറിവുകളെക്കുറിച്ചോ തന്റെ വേദനയെക്കുറിച്ചോ തനിക്ക് വന്ന നഷ്ടത്തെക്കുറിച്ചോ അല്ല ചിന്തിക്കുന്നത്, മറിച്ച് തന്നെ ഉപദ്രവിച്ച ഈ പ്രിയപ്പെട്ടവരുടെ അജ്ഞതയെക്കുറിച്ചാണ് ബോധരാകുന്നത്. പിതാവേ, ഇവർക്ക് അറിവില്ലല്ലോ, ഇവർ അറിവില്ലാതെയാണ് ഇത് ചെയ്തത്, ഇവരോട് നീ ക്ഷമിക്കണം. കാരണം നമ്മുടെ കടക്കാരോട് നമ്മൾ ക്ഷമിക്കുന്നത് പോലെയാണ് പിതാവ് നമ്മളോട് ക്ഷമിക്കേണ്ടത്. പക്ഷെ അപ്പൊ കർത്താവ് പറയാണ്, പിതാവേ, ഇവരോട് ക്ഷമിക്കണം. നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. മഹാപുരോഹിത പ്രാർത്ഥന. കർത്താവ് വെള്ളം വീഞ്ഞാക്കിയപ്പോ, കടലിനെ ശാസിച്ചപ്പോ, കുരുടന് കാഴ്ച കൊടുത്തപ്പോ, കുഷ്ഠരോഗിക്ക് സൗഖ്യം കൊടുത്തപ്പോ, മരിച്ചവനെ ഉയർപ്പിച്ചപ്പോ, ഈ ന്യൂസ് എല്ലാം അതുവഴി വന്ന് അന്നേരം ഒന്നും യേശുവിനെ അംഗീകരിക്കാതെ ആ ക്രൂശീകരണത്തിന് നേതൃത്വം കൊടുത്ത ഒരു ശതാധിപൻ ആ ക്രൂശിന്റെ ചോട്ടിൽ നിൽപ്പുണ്ടായിരുന്നു. അവൻ യേശു പ്രാർത്ഥിക്കുന്ന കേട്ടപ്പോ അവൻ പറഞ്ഞു, ഇവൻ വാസ്തവത്തിൽ ദൈവപുത്രനാണ്. അത്ഭുതം ചെയ്യുന്ന നമ്മൾ തലവേദന മാറിയോ സിസ്റ്റർ? ഇവിടെ വന്നപ്പോൾ തലവേദന എങ്ങോട്ടാണ്? ഇപ്പൊ അല്പം കുറവില്ലേ? 60% തലവേദന മാറിയിരിക്കുന്നു. ഇതൊന്നും കണ്ടാൽ ആരും ക്രിസ്തുവിനെ മനസ്സിലാക്കത്തില്ല, ക്രിസ്തു ദൈവപുത്രനാന്ന് പറയത്തില്ല. ക്രിസ്തു ക്ഷമിക്കുന്ന കണ്ടപ്പോ, ഇതാണ് ക്രിസ്ത്യാനിറ്റിയുടെ യഥാർത്ഥ മുഖമുദ്ര. ക്രിസ്തു ക്ഷമിക്കുന്നത് കണ്ടപ്പോ, ക്രിസ്തു ക്ഷമിക്കുന്നത് കണ്ടപ്പോ. അപ്പൊ അതാണ് നമ്മുടെ ആ ക്ഷമയുടെ ശക്തി. അതാണ് ആരാധന. അതാണ് ശുഭക്കോനയുടെ ശുശ്രൂഷയില് നമ്മൾ ഈ വേദഭാഗം വായിക്കുന്നത്. ശുഭക്കോനയുടെ ശുശ്രൂഷയിൽ ഈ തിങ്കളാഴ്ചയാണ് നമ്മുടെ നോയമ്പ് ആരംഭിക്കുന്നത്. നോയമ്പ് ശുഭക്കോന എന്ന ശുശ്രൂഷ, ബ്യൂട്ടിഫുൾ ശുശ്രൂഷ, ആ ശുശ്രൂഷയോടുകൂടി ആരംഭിക്കുകയാണ്. ആ ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കാൻ കഴിയുന്നവർ പങ്കെടുക്കുക. അനുഗ്രഹപരമായ ഈ ഓരോരുത്തർ കമന്റുകൾ എഴുതുന്നുണ്ട്, ഞാനത് കാണുന്നുണ്ട്. വളരെ ഈ കർത്താവ് പ്രാർത്ഥിച്ച ഒരു പ്രാർത്ഥന മാത്രമേ എനിക്കും പ്രാർത്ഥിക്കാനുള്ളൂ. പിതാവ്, ഇവർ അറിയുന്നില്ല, അറിയായകയാൽ ഇവരോട് ക്ഷമിക്കണമേ. നമ്മൾ ഈ നോയമ്പെടുക്കുന്ന ഇപ്പം ഈ കുര്യാക്കോസ്, ഇത് ഒരു വ്യക്തി ഇപ്പൊ ഇവിടെ ഒരു കമന്റ് എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പേര് കുര്യച്ചൻ ചെളിക്കര. ഈ കുര്യച്ചൻ ചെളിക്കര എന്ന് പറഞ്ഞ വ്യക്തി വളരെ നല്ലൊരു സഹോദരനാണ്, യാക്കോബായക്കാരനാണ്, പുത്തൻകുരിശ് സ്വദേശിയാണ്. അതായത് ചെറിയ കോൺട്രാക്ട് പണി, ഈ കലിങ്ക്, കക്കൂസ് അങ്ങനെയൊക്കെയുള്ള സംഗതികൾ പണിത് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന്റെ കുഞ്ഞിന് ക്യാൻസർ ആയിട്ട് തിരുവനന്തപുരം RCC കൊണ്ടുപോയി, പക്ഷെ മരിച്ചുപോയി. പക്ഷെ RCCയിൽ കുഞ്ഞിന്റെ ചികിത്സയുമായിട്ടുള്ള ബന്ധിച്ച് താമസിക്കുമ്പോൾ പെന്തക്കോസ്ത് മതപരിവർത്തകർ വരികയും തന്നെ ഭാര്യയും ആ വൈകാരിക ബലഹീനതയെ ചൂഷണം ചെയ്ത് മതപരിവർത്തനത്തിന്, മസ്തിഷ്ക പ്രക്ഷാളനത്തിനും വിധേയരാക്കുകയും ചെയ്തു. എന്നെ കേട്ടോണ്ടിരിപ്പുണ്ട് കുര്യാക്കോസ് തെളിക്കൽ. അങ്ങനെ അവര് പെന്തക്കോസ്ത് മതത്തിൽ ചേർന്ന് ഇപ്പോൾ സ്വന്തമായി ഒരു ഫ്രാഞ്ചൈസി തുടങ്ങിയിട്ടുണ്ട് പുത്തൻകുരിശില്. അത് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ്. താനൊരു 2 കെട്ടിടം പണിത് ഈ ബായിമാരെ താമസിപ്പിക്കുന്നുണ്ട്, നോർത്ത് ഇന്ത്യൻ തൊഴിലാളികളെ. ഇപ്പൊ ബായിമാരെ താമസിപ്പിക്കുന്ന വാടകയൊക്കെ കുര്യച്ചന് കിട്ടുന്നുണ്ടല്ലോ. കുര്യച്ചൻ ഈ തിങ്കളാഴ്ച മുതൽ 50 നോയമ്പ് എടുക്കണം ആണ് എൻ്റെ അഭിപ്രായം. കുര്യാച്ചനെ വളരെ സ്നേഹിച്ചുകൊണ്ട് ഞാൻ പറയാണ്, സ്നേഹബുദ്ധിയാ പറയാണ്. കുര്യാച്ചൻ ഈ യാത്ര ആരംഭിച്ചിരിക്കുന്ന ആ മാർഗത്തിൽ വളരെ ദൂരം മുന്നോട്ട് പോയി. കുര്യച്ചൻ ചിന്തിക്കുന്ന ഈ വഴി മുന്നോട്ട് പോകുമ്പോൾ വെള്ളിയുടെ ഒരു കൂനയും പിന്നീട് രത്നത്തിന്റെ ഒരു ഖനിയുമുണ്ട് എന്നൊക്കെയാണ്. കുര്യാച്ചൻ ആ വഴി 25 വർഷം സഞ്ചരിച്ചിട്ട് അവിടെ
നിങ്ങൾ ഈ പറയുന്ന യാതൊരു പ്രോമിസ്ഡ് ലാൻഡും ഇല്ലെന്ന് കണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ്. അതുകൊണ്ട് കുര്യച്ചൻ എൻ്റെ വാക്ക് വിശ്വസിക്കുക. കുര്യച്ചനും ഭാര്യയും മുന്നോട്ട് പോയിട്ട് അർത്ഥമില്ല. കുര്യച്ചനും ഭാര്യയും ഈ തിങ്കളാഴ്ച മുതൽ ശുഭകോന ശുശ്രൂഷയോടുകൂടെ പരിശുദ്ധ സഭയിലേക്ക് ചേർന്ന് സത്യവിശ്വാസത്തിൽ വന്ന് നോയമ്പെടുത്ത് പ്രാർത്ഥിച്ച് പിതാക്കന്മാരുടെ കൂട്ടായ്മയിൽ അതിൽ വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതാണ് എൻ്റെ ശരി. അപ്പം ഇത് വെറും ഒരു മോഹം മാത്രമാണ്. കുര്യാച്ചന് ഭൗതികമായിട്ട് കുറച്ച് പണം സമ്പാദിക്കണം. എന്തിനാണ് കുര്യാച്ചൻ ഇതിനെ ഇറങ്ങിയിരിക്കുന്നത്? ഭായിമാരെ താമസിപ്പിക്കുന്ന 2-3 സെന്ററൂടെ തുടങ്ങുക, അതൊക്കെ മതിയല്ലോ കുര്യാച്ചന് ജീവിക്കാൻ. അപ്പൊ ഈ പൗലൂസ് അപ്പോസ്തലൻ ഇപ്പൊ ഈ കുര്യാച്ചൻ ഇത് വന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഞാൻ അതിനും കൂടെ ഒരു എക്സ്പ്ലനേഷൻ നൽകാം. അപ്പൊ പൗലൂസ് അപ്പോസ്തലൻ പറയുന്ന ഒരു അഭിപ്രായമാണ്. പൗലൂസ് അപ്പോസ്തലന്റെ മരണത്തോടടുക്കുന്ന സമയത്ത് പൗലൂസ് അപ്പോസ്തലൻ തന്റെ ഒരു ആഗ്രഹം പറയുന്നുണ്ട്. മരണത്തിന്റെ സമയത്ത് പൗലൂസ് പറയുന്ന ആഗ്രഹം എന്താണ്? മരണത്തിന്റെ സമയത്ത് പൗലൂസ് പറയുകയാണ്, എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ തിരിച്ചറിയേണ്ടതുണ്ട്. എനിക്ക് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ തിരിച്ചറിയേണ്ടതുണ്ട്. തൻ്റെ വലിയൊരു ആഗ്രഹമാണ്. പ്രിസൺ എപ്പിസ്റ്റൽസ്, കാരാഗ്രഹ ലേഖനങ്ങളിൽ നിന്ന് നമ്മൾ വായിക്കുകയാണ്. പൗലോസ് പറയുകയാണ്, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട്, ഫിലിപ്പിയ ലേഖനം 3:10, അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിനും. കുര്യച്ചൻ അവിടെ നിൽപ്പുണ്ടല്ലോ അല്ലേ? കുര്യച്ചൻ അവിടെ നിൽക്കി. ഈ പെന്തക്കോസ്തൽ അബദ്ധമാണിത് കേട്ടോ. ഞാനും പറഞ്ഞുകൊണ്ടിരുന്നത് 25 വർഷം ഞാനും പറഞ്ഞുകൊണ്ടിരുന്നു, കർത്താവ് ഒരിക്കലായിട്ട് മരിച്ചു, ക്രൂശിക്കപ്പെട്ടു, അടക്കപ്പെട്ടു. പിന്നെ ഇവരെ എല്ലാ കൊല്ലം ഈ ദുഃഖവെള്ളിയാഴ്ച ആചരിക്കുന്ന എന്തിനാ? ഇവർ ഈ ക്രൂശീകരണം നടത്തുന്നത്, ഇവർ ഈ കഷ്ടം വല്ല കാര്യമുണ്ടോ? സുറിയാനിക്കാരനെ പള്ളിയിൽ ചെന്ന് ദുഃഖവെള്ളിയാഴ്ച ഹാ മകനേ മമ വത്സലനേ എന്തു നിനക്കു ഭവിക്കുന്നു, എന്തിനാ ഈ നാടകമൊക്കെ നടത്തുന്നത്? ഇറ്റ്സ് ഓൾ ഹാപ്പൻഡ് 2000 years മുമ്പ് എല്ലാം സംഭവിച്ചു കഴിഞ്ഞതാണ്. ഇനി എന്തിനാണ് അതെല്ലാം കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത്? എല്ലാവരും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. പലർക്കും അതിന് ഉത്തരമില്ല, പലരും അതിന് ഉത്തരം കൊടുക്കാറില്ല. ഏത് ചോദ്യത്തിനും ഇവിടെ ഉത്തരവുണ്ട്. കാരണം ഞാൻ എൻ്റെ എല്ലാ സംശയങ്ങൾക്കും മറുപടിയും ഉത്തരവും കിട്ടിയിട്ടാണ് ഞാൻ പരിശുദ്ധ സഭയിൽ മടങ്ങുവാൻ തീരുമാനിച്ചത്. സോ യു ക്യാൻ ആസ്ക് എനി ക്വസ്റ്റ്യൻസ് ഫ്രം എനി ആംഗിൾ. എന്തിന് കഷ്ടാനുഭവാഴ്ച ശുശ്രൂഷ നടത്തുന്നു? എന്തിന് ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷ നടത്തുന്നു? ചോദ്യമാണ്. പെർഫെക്റ്റ് ആൻസർ ആണ് പൗലോസ് പറയുന്നത്. കാരണം കർത്താവിന്റെ മരണം, കർത്താവിന്റെ പുനരുത്ഥാനം, കർത്താവിന്റെ സ്വർഗാരോഹണം, പരിശുദ്ധാത്മാഗമനം എല്ലാം കഴിഞ്ഞ് വർഷങ്ങൾക്ക് പുറത്ത് പൗലോസ് ആ ശുശ്രൂഷ തുടങ്ങി തന്റെ ശുശ്രൂഷയുടെ അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുകയാണ്. അവസാന ഭാഗത്തേക്ക് വന്നിരിക്കുമ്പോഴാണ് പൗലോസ് ഇത് എഴുതുന്നത്. എന്താ എഴുതുന്നത്? അവന്റെ മരണത്തോട് അനുരൂപപ്പെട്ടിട്ട് അവനെയും അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെയും, ദ പവർ ഓഫ് ഹിസ് റിസറക്ഷൻ, അവന്റെ പുനരുത്ഥാനത്തിന്റെ ശക്തിയെ എനിക്ക് അനുഭവിക്കണം. എന്നിട്ട് പറയാണ്, പുനരുത്ഥാനത്തിന്റെ ശക്തി അനുഭവിച്ചിട്ട് പിന്നെ എന്ത് വേണം?
അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെയും അനുഭവിച്ചറിയേണ്ടതിന്. അപ്പൊ കർത്താവിന്റെ കഷ്ടാനുഭവങ്ങളുടെ ആ കൂട്ടായ്മ, അതിനാണ് കഷ്ടാനുഭവ ആഴ്ച. ഓരോ സുറിയാനിക്കാരനും ഈ പോയിന്റിൽ ഇവിടെ മനസ്സിലാക്കണം. നിങ്ങളോട് ഈ ചോദ്യം അടുത്ത 2-3 ആഴ്ചകൾ കഴിയുമ്പോൾ പല പുള്ളികളും ചോദിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തു കാണിക്കേണ്ട വാക്യം ഫിലിപ്പിയ ലേഖനം 3:10 കാരണം അവർക്കെല്ലാം ബൈബിളിൽ നിന്ന് ഉത്തരം വേണം. ഫിലിപ്പിയ ലേഖനം 3:10 എടുത്ത് കാണിക്കണം. അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മയെ അറിയുവാൻ പൗലോസ് ശ്ലീഹ വാഞ്ചിച്ചിരുന്നു. എന്റെയൊക്കെ ചെറുപ്പത്തിൽ ഞാൻ ഓർക്കുന്നുണ്ട്, ഞങ്ങളൊക്കെ ഈ കഷ്ടാനുഭവിച്ച് വരാൻ കാത്തിരിക്കുക. പിള്ളേരായിരുന്ന സമയത്ത് കഷ്ടാനുഭവിച്ച് വരാൻ കാത്തിരിക്കുമായിരുന്നു. കാരണം അത്ര കൊതിയാണ്. കാരണം അന്നത്തെ ആ പ്രാർത്ഥനകൾ ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയർ അങ്ങ് രൂപപ്പെടും. എൻ്റെ വീട് മണ്ണറാടായിരുന്നു. ഞങ്ങളുടെ നാട്ടില് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ യാക്കോയക്കാരൻ, വേറെ ഒന്നുമില്ല. കാരണം പെന്തക്കോസ്തുകാരിൽ ഒറ്റ പെന്തക്കോസ്, എൻ്റെ ചെറുപ്പത്തിലുള്ള പെന്തക്കോസ് ഇല്ല, യഹോവസാക്ഷിയില്ല, അങ്ങ് ഒന്നുമില്ല. കത്തോലിക്കൽ പോലും ഇല്ല. മുഴുവൻ ക്രിസ്ത്യാനി എന്ന് പറഞ്ഞാൽ മുഴുവൻ യാക്കോയക്കാരാണ്. അപ്പൊ ആ ഒരു ആഴ്ച വരുമ്പോഴേക്കും അവിടെ അറ്റ്മോസ്ഫിയർ അങ്ങ് ചേഞ്ച് ചെയ്യാണ് ഈ കഷ്ടാനുഭവാഴ്ചയുടെ സമയത്ത്. ദുഃഖവെള്ളിയാഴ്ചയൊക്കെ ആകുമ്പോഴൊക്കെ അവിടെ ആരോ മരിച്ച ഒരു പ്രതീതിയാണ്. എല്ലാ കടകളും അടയ്ക്കപ്പെട്ടുമല്ലോ, ഒരു അന്തരീക്ഷത്തിൽ തന്നെ മാറ്റം വരുമായിരുന്നു. ഐ എം നോട്ട് ജോക്കിങ്, റിയൽ ആയിട്ട്. അപ്പൊ അത്രമാത്രം നമുക്ക് ഒരു റിയാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുമായിരുന്നു. ക്രിസ്തുവിന്റെ ക്രൂശീകരണം, പ്രത്യേകിച്ച് വെട്ടിക്കുന്നേലച്ഛന്റെ ശുശ്രൂഷയൊക്കെ നടക്കുന്ന സമയത്ത് അവിടെയുള്ള ഹൈന്ദവർ പോലും അവിടെ നിന്ന് കരയുമായിരുന്നു. ഹിന്ദുക്കളൊക്കെ വരുമായിരുന്നു. അവരൊക്കെ ആ ഉച്ച നമസ്കാരം കഴിയുന്ന സമയത്തൊക്കെ ഉണ്ടല്ലോ, ഞാൻ കണ്ടിട്ടുണ്ട് ഹിന്ദു സ്ത്രീകൾ പോലും നിന്ന് കരയുന്നു. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെടുന്ന ഒരനുഭവം. ഇതൊരു തട്ടിപ്പല്ല. കാരണം ഇത് പൗലോസ് അപ്പോസ്തലൻ പറയാണ്, എനിക്കതിന് ആഗ്രഹമുണ്ട്. അപ്പൊ ഇന്നൊരു കഷ്ടാനുഭവിച്ച ശുശ്രൂഷ, ഈ വഴക്ക് പിടിക്കുന്നവരുടെ ശുശ്രൂഷയുടെ കാര്യമല്ല പറഞ്ഞ് ഒറിജിനലായിട്ട് നടത്തുന്നത്. ഇപ്പൊ കഷ്ടാനുഭവിച്ച ശുശ്രൂഷ നടക്കുന്നുണ്ടെങ്കിൽ പൗലോസ് ശ്ലീഹ അവിടെ ഉണ്ടെങ്കിൽ നിശ്ചയമായിട്ടും ആ ശുശ്രൂഷയിൽ പോയി പങ്കെടുക്കും. കാരണം അദ്ദേഹം പറയും, ഹോഹോ ഇറ്റ്സ് വണ്ടർഫുൾ. കാരണം എന്റെ ആഗ്രഹമാണ് അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അതൊന്ന് രുചിച്ചറിയണം. നിങ്ങൾ ഈ ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയൊക്കെ നോക്കണം. അതിനകത്ത് ഈ കള്ളന്മാരുടെ സംവാദമൊക്കെ ഉണ്ട്. അതായത് ഈ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് ഈ ഒരു കുരിശിയെ കിടക്കുന്ന ആ കള്ളനും മറ്റേ കള്ളനുമായിട്ടുള്ള സംവാദമുണ്ട്. ഭൂജാതികളെ വന്നെത്തി തസ്കരനാഥം ശ്രദ്ധിപ്പിൻ. അപ്പൊ ആ ഭൂജാതികളെ വന്നെത്തി തസ്കരനാദം ശ്രദ്ധിപ്പിൻ. തന്മധ്യഗതം സംവാദം നേരായാരീക്ഷിപ്പിൻ. മധ്യേ കർത്താവിൻ ഛായാത്തൊരു ന്യായാധീപന സത്യമെഴും ത്രാസെന്നോണം തദ്വചനം നന്നായി തൂക്കി. നിഖിലേശനോടോതിച്ചോരൻ നിൻ വരവിൻ നാളോർക്കെന്നെ ഔവ്യയരാജ്യേ കാരുണ്യം തടവന്യേ ഞാൻ കാണട്ടെ. ഇടതുവശത്തായി ക്രൂശേറ്റോ തോ
ദൂതൻ കേട്ടേവം ചൊന്ന എന്തിനിവൻ രാജാവെങ്കിൽ നിന്യസ്കീപ്പാ മേലേറി. വളരെ മനോഹരമാണ്. ഞാനൊരു സാമ്പിളായിട്ട് വെച്ചതേ ഉള്ളൂ. കള്ളന്മാരുടെ സംവാദം ദുഃഖവെള്ളിയാഴ്ച ശുശ്രൂഷയിലേക്ക്. അപ്പം ആ പ്രത്യേകിച്ച് പെസഹായുടെ ശുശ്രൂഷ അതൊക്കെ ശരിക്കും നമ്മളെ ആ കഷ്ടാനുഭവ ആ കൂട്ടായ്മയിലേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പൊ സുറിയാനി സഭയുടെ കഷ്ടാനുഭവ ആഴ്ച ശുശ്രൂഷ, ഹാശ ആഴ്ചയുടെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ജസ്റ്റ് ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഡിസയർ ഓഫ് പോൾസ് ഹാർട്ട്. അപ്പോസ്തലനായ പൗലൂസിന്റെ ഹൃദയത്തിന്റെ അഭിവാഞ്ചയുടെ ഒരു പൂർത്തീകരണമാണ് ഈ ഹാശാഴ്ചയുടെ ശുശ്രൂഷ. കാരണം പൗലൂസ്ലിഹ ആഗ്രഹിക്കുകയാണ് അവന്റെ ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിക്കണം. ഇറ്റ്സ് എ ഡ്രമാറ്റിക് എക്സ്പീരിയൻസ്. നിങ്ങൾക്കറിയോ, പൗലൂസ്ലിഹ കൊരിന്ത്യലേഖനം 1 കൊരിന്ത്യർ 11 എഴുതുമ്പോൾ അവിടെ എഴുതുന്നുണ്ട്, ഞാൻ കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതും എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്തു അവൻ ആരാധ്യനായ സ്വർഗസ്ഥ പിതാവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തി സ്തോത്രം ചൊല്ലി വിഭജിച്ച് തന്റെ വാത്സല്യ ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അരുളി ചെയ്തു. സകല സഭകളിലും പെന്തക്കോസ്ത് സഭകളിലടക്കം വായിക്കുന്നതാണ് കർത്തൃമേശയുടെ സമയത്ത്. ഈ കർത്തൃമേശ പെന്തക്കോസ്റ്റൽ സഭകളിൽ അത്ര ഒരു മാന്യതയില്ലാതെയും ബഹുമാനമില്ലാതെയും അവർ ഒബ്സർവ് ചെയ്യാറുണ്ട്. പ്രത്യേകിച്ച് ഇപ്പൊ കഴിഞ്ഞ ആഴ്ചയിൽ പനന്തലില് അസംബ്ലീസ് ഓഫ് ഗോഡുകാർ നടത്തിയ കൺവെൻഷനിൽ കർത്തൃമേശ നടത്താൻ വേണ്ടി അപ്പോ മീഞ്ഞുമൊക്കെ അവരവിടെ കൊണ്ട് ആ സ്റ്റേജിന്റെ സൈഡിൽ വെച്ചു. അപ്പം മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തിന് മുന്നോടിയായിട്ട് പോലീസിന്റെ ബോംബ് സ്ക്വാഡ് അവിടെ പരിശോധിക്കാൻ വന്നപ്പം പോലീസ് നായ അവിടെ വന്ന് അവിടെ എല്ലാം മണത്തുകൂടെ ഈ റൊട്ടി മീഞ്ഞും എല്ലാം മണത്തു. അപ്പം അവർക്കൊന്നും അറിയത്തില്ല. അപ്പം ഇതെന്നാന്ന് വെച്ചാൽ ഇതാണെന്ന് പറഞ്ഞപ്പോഴൊക്കെ പോലീസുകാർ ക്ഷമ പറഞ്ഞു, അയ്യോ അവരത് അറിഞ്ഞില്ല. അവർ നിങ്ങളിത് പറയണ്ടായിരുന്നോ? കാരണം അവരുടെ ഈ തെറ്റൊന്നുമില്ല. അവർ റുട്ടീനായിട്ട് അവിടെ എല്ലാം പരിശോധിച്ച് വന്നപ്പം ഇവര് അലക്ഷ്യമായിട്ട് അവിടെ കൊണ്ടുവച്ചു. ഇറവറൻസ്, ബഹുമാനമില്ലാതെ ഒക്കെ ചെയ്യുന്നു. സന്ദർഭവശാൽ ഞാനത് പറഞ്ഞതേ ഉള്ളൂ നിങ്ങളുടെ അറിവിലേക്ക്. കാരണം അത്രയും അലക്ഷ്യമായിട്ടാണ് അവരത് ചെയ്യുന്നത്. അതൊരു ഇഷ്യൂ അല്ല, പക്ഷെ അത് കണ്ടു നിന്ന നല്ല മനസ്സാക്ഷിയുള്ള ചിലർക്ക് അതൊരു വിഷമായിട്ട് തോന്നും. പട്ടിയൊക്കെ മണത്തിട്ട് പിന്നെ അത് വെച്ചാൽ അവർ നടത്തുന്നു. അത്രയൊരു ഹീനമായ കാര്യങ്ങൾ. എന്നാൽ 1 കൊരിന്ത്യർ 11 പൗലൂസ്ലിഹ പറയാണ്, എന്താ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതും എന്തെന്നാൽ. സത്യത്തിൽ ആ അത്താഴത്തിന്റെ അന്ന് കർത്താവായ യേശു അപ്പം എടുത്ത് വിഭജിച്ച് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്തപ്പം പൗലൂസ്ലിഹ അവിടെ ഇല്ലായിരുന്നു. അന്ന് പൗലൂസ്ലിഹ ക്രിസ്ത്യാനിയൊന്നും അല്ല, വിരുദ്ധ ചേരിയില്ല, ഉപദ്രവിയാണ്, നിഷ്ഠൂരനാണ്. അത് എങ്ങനെയാ? അപ്പൊ പിന്നെ നമ്മൾ എഴുതുകയാണെങ്കിൽ, ഞാൻ ശീമോൻ പത്രോസിൽ നിന്ന് കേട്ടറിഞ്ഞ എന്തെന്നാൽ കർത്താവായ യേശുവിനെ കാണിച്ചു കൊടുത്ത രാത്രിയിൽ അവൻ അപ്പം എടുത്തു. അങ്ങനെ വേണ്ട എഴുതാൻ. പൗലൂസ് പറയേ നോ, ഞാൻ യോഹന്നാനിൽ നിന്ന് കേട്ടറിഞ്ഞോ. മൈ നോളജ് അബൌട്ട് മൈ ക്രൈസ്റ്റ് ഇറ്റ് ഈസ് നോട്ട് എ സെക്കൻഡ് ഹാൻഡ് നോളജ്, ഫസ്റ്റ് ഹാൻഡ് നോളജ് ആണ്. അപ്പൊ എങ്ങനെയാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാണ്? അപ്പോ പൗലൂസ് ആ മാളിക മുറിയിലെ അവസാനത്തെ അത്താഴത്തെ ലിറ്ററലി എക്സ്പീരിയൻസ് ചെയ്തു. അതുകൊണ്ടാണ് താൻ ആ കൊരിന്ത്യലേഖനത്തിൽ അങ്ങനെ എഴുതുന്നത്, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ കേൾപ്പിക്കുകയും ചെയ്യുന്ന എന്തെന്നാൽ. ഇതുപോലെ പൗലൂസ് പറയാണ്, പിന്നെ ഫിലിപ്പിയ ലേഖനം എഴുതുമ്പോൾ 3:10 പറയാണ്, അവന്റെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ എനിക്കൊന്ന് അനുഭവിച്ചറിയണം. മനസ്സിലായോ? അപ്പൊ ആ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ അനുഭവിച്ചറിയാൻ വേണ്ടിയാണ് പരിശുദ്ധ സഭ ഹാശാഴ്ചയുടെ ശുശ്രൂഷ ക്രമീകരിച്ചിരിക്കുന്നത്. ഇറ്റ് ഈസ് സ്ക്രിപ്ചറൽ. ഒത്തിരി പേര് ഇതിനെല്ലാം ബൈബിളിൽ വ്യവസ്ഥയുണ്ടോ, തിരുവെഴുത്തിൽ ആധാരമുണ്ടോ? ഉണ്ട്, തിരുവെഴുത്തിൽ ആധാരമുണ്ട്, ബൈബിളിൽ വ്യവസ്ഥയുണ്ട്. ഇത് പൗലോസ് അപ്പോസ്തലന്റെ ഹൃദയത്തിന്റെ ആഗ്രഹമാണ്. അവരുടെ കഷ്ടാനുഭവങ്ങളുടെ കൂട്ടായ്മ ഒന്ന് രുചിച്ചറിയണം. അതിനാണ് ഇത് ക്രമീകരിച്ചിരിക്കുന്നത്. കുര്യാച്ചൻ ചെളിക്കരയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ ബോധ്യപ്പെടുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കുര്യാച്ചൻ എന്നെ വിളിക്കും, കുര്യാച്ചന്റെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ. കുര്യാച്ചന് മനസാക്ഷിയുണ്ടോ? കുര്യാച്ചൻ ആദ്യം സ്വന്തം മനസാക്ഷിയോട് സംസാരിക്കും. ആം ഐ ട്രൂത്ത്ഫുൾ?
നിങ്ങളൊരു വഞ്ചകനോ ചതിയനാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ താല്പര്യം. പക്ഷെ കുര്യാച്ചൻ ചെളിക്കര, ഞാൻ നിങ്ങളോട് പറയും, നിങ്ങൾ ട്രൂത്ത്ഫുൾ ആണോ? നിങ്ങളൊരു സത്യാന്വേഷിയാണോ? ഷുവർലി ഐ ക്യാൻ ഹെൽപ്പ് യു. കാരണം നിങ്ങൾ പിന്നെ 10 പൈസ ഉണ്ടാക്കിയേക്കാം എന്ന് കരുതി കർത്താവിനെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും. ഇപ്പം ഇന്നലെ ഒരു സിനിമ റിലീസായിട്ടുണ്ട്, നിങ്ങൾ കാണാവുന്നവരൊക്കെ കാണുക. ട്രാൻസ് എന്ന പേരിൽ മലയാള സിനിമ. ഫഹദ് ഫാസിൽ, അമൽ നീരദ്, അൻവർ റഷീദ്, ആ ടീമിന്റെ ഒരു സിനിമയാണ് ട്രാൻസ്. ഇന്നലെ സിനിമ റിലീസായി തിയേറ്ററിനകത്തിന്ന് തന്നെ ആളുകൾ എന്നെ വിളിക്കുന്നുണ്ട്, തിയേറ്ററിനകത്തിന്ന്. അത് ഒരു ഇന്നത്തെ ഈ നാണയ സമ്പാദനം ആണ് വിഷയം. സുവിശേഷം നിമിത്തമുള്ള നാണയ സമ്പാദനം. ഞാൻ ആ മൂവി കണ്ടില്ല, കണ്ട ആളുകൾ എന്നെ വിളിച്ചാൽ. ഇതിനകത്ത് രസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ നാണയ സമ്പാദനാർത്ഥം ഒരു സഭ നടത്തുന്ന ഒരു യുവ സുവിശേഷകന്റെ കഥയാണ് ട്രാൻസ്. ആ റോളിൽ ഫഹദ് ഫാസിലാണ് അഭിനയിക്കുന്നത്. എൻ്റെ അകത്ത് ഏറ്റവും വലിയ തമാശ, ആ സിനിമയ്ക്കകത്ത് ഈ ഫഹദ് ഫാസിലിന്റെ സഭയുടെ പേര് ഗ്ലോറിയസ് ചർച്ച് എന്നാണ്. അപ്പൊ അതാണ് ഈ ആളുകൾ എന്നെ വിളിച്ചോണ്ടിരുന്നത്. സിനിമ കണ്ടുകൊണ്ടിരുന്ന ഒരു സഭയുടെ പേര് ഗ്ലോറിയസ് ആണെന്ന് പറഞ്ഞപ്പോൾ തിയേറ്ററിനകത്തിരുന്ന് വിളിക്കുക, അത് പാസ്റ്റർ ഇവിടെ ഗ്ലോറിയസ് എന്ന്. ഞാൻ ഇറ്റ്സ് വെരി ഗുഡ്. കാരണം അതാണ് ചോദിച്ചത്, ഒരു സെക്കുലർ സ്ക്രീൻ പ്ലേ റൈറ്റർ, ഒരു തിരക്കഥാകൃത്ത് ഒരു കഥ എഴുതാൻ വേണ്ടി ഒരു കഥ എഴുതുമ്പോൾ ഒരു സഭയ്ക്ക് ഇടാൻ പറ്റിയ പേര് എന്ത് എന്ന് ആലോചിച്ചപ്പം രണ്ടാമതൊരു പേര്, ഒരു ഓപ്ഷൻ അദ്ദേഹത്തിന്റെ മനസ്സിൽ വന്നില്ല. ആ തൂലികത്തുമ്പിലൂടെ ആ കടലാസിലേക്ക് ഉതിർന്നു വീഴാണ് ഗ്ലോറിയസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ആ ഗ്ലോറിയസ് ഗോസ്പൽ അത്രമാത്രം എന്ത് ചെയ്തിരിക്കുകയാണ്, സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അതൊരു തരംഗമായി സെക്യുലർ വേൾഡിൽ പോലും അത് എത്തിക്കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് സന്തോഷിക്കാം. എല്ലാ ക്രെഡിറ്റ് ഗോസ് ടു യു, ഗ്ലോറിയസ് ഗോസ്പൽ ഫോളോവേഴ്സിന്റെ ആണ് ഇതിന്റെ ക്രെഡിറ്റ്. അതുകൊണ്ടാണ് അവർ ആ പേരിട്ടത്. നമുക്കത് അഭിമാനിക്കാനുള്ളതാണ്. നെഗറ്റീവായിട്ടാണ് മൂവിയിൽ കാണിച്ചിരിക്കുന്നതെങ്കിലും ആ പേര് അവരുടെ, അതായത് സെക്യുലർ റൈറ്റേഴ്സിന്റെ പോലും അകത്ത് പതിയത്തക്ക വിധത്തിൽ ഗ്ലോറിയസ് ഗോസ്പല് അത്രമാത്രം ചിറകുകൾ വീശി പറന്നുകൊണ്ടിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഗ്ലോറിയസ് ഗോസ്പലിന്റെ ചിറകടിയിൽ ഇരുട്ടിന്റെ സാമ്രാജ്യങ്ങൾ തകരും. നിശ്ചയമായും അന്ധകാരത്തിന്റെ ശക്തികൾ ഓടിയൊളിക്കും, പാതാളത്തിന്റെ ശക്തികൾ പരിഭ്രാന്തരാകും. മലങ്കരയിൽ സുവിശേഷം അതിന്റെ മുൻകാല പ്രൗഢിയോടെ ജാജ്വല്യമാനമായി പരിലസിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുര്യാച്ചൻ ചെളിക്കരോട് എനിക്ക് ചോദിക്കാനുള്ള ഇതാണ്, കുര്യാച്ചൻ ചെളിക്കർ, ആർ യു ട്രൂത്ത്ഫുൾ? നിങ്ങൾ സത്യസന്ധനാണോ? നിങ്ങൾ കർത്താവിനെ യഥാർത്ഥമായി പിൻപറ്റുവാൻ, ദൈവത്തെ സ്നേഹിക്കുവാൻ, അവനെ സേവിക്കുവാൻ, ആരാധിക്കുവാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അതോ ഈ ബഹളത്തിനിടയ്ക്ക് നമുക്കും വെക്കാൻ 2 കുടില്, നമുക്കും ഉണ്ടാക്കാൻ 2 തുട്ട് എന്നുള്ളൊരു അർത്ഥത്തിൽ നിൽക്കുന്ന ആളാണെങ്കിൽ, അഥവാ എന്റെ കഥയ്ക്കകത്ത് പറയുന്ന നാണയം ചവിട്ടി പിടിക്കുന്ന ആളാണ് നിങ്ങൾ പോവുക. നിങ്ങൾ ട്രൂത്ത്ഫുൾ ആണ്, എന്നെ വിളിക്കുക. നിങ്ങൾക്ക് ഏത് സംശയവും നമുക്ക് ചോദിക്കാം, നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി എനിക്കാണ് തെറ്റുപറ്റിയിരിക്കുന്നെങ്കിൽ ഒന്നുകൂടെ മാനസാന്തരപ്പെട്ട് ഞാനും നിങ്ങളുടെ കൂടെ വരുന്നതായിരിക്കും. നിങ്ങളുടെ ആ പുതിയ ആ ഫ്രാഞ്ചൈസിയുടെ ഒരു റിമോട്ട് മെമ്പറായിട്ട് ഞാൻ ഈ ഹൂസ്റ്റണിൽ താമസിച്ചോളാം. നാട്ടിൽ വരുമ്പോൾ അവിടെ വന്ന് ആരാധിച്ചോളാം, എന്നെ വിളിക്കുക. അല്ലാതെ ഇങ്ങനത്തെ തട്ടിപ്പും കൊണ്ട് നടക്കരുത്. ഞാൻ നിങ്ങളോട് സഹോദര നിർവിശേഷമായ സ്നേഹത്തോടെ പറയുകയാണ്. സമയം വളരെ കുറവാണ്, 48 മണിക്കൂറുകളാണ് അവശേഷിച്ചിരിക്കുന്നത് ശുഭക്കോനയുടെ ശുശ്രൂഷയിലേക്ക്. നിങ്ങൾ പുത്തൻകുരിശ് പള്ളിയിൽ പോയി ആ ശുഭക്കോനെ പങ്കെടുത്ത് നോയമ്പ് ആചരിക്കണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. കാരണം എന്നെ സംബന്ധിച്ച് മറവിൽ നിന്ന് പറയുന്ന കാര്യമില്ല, ഡയറക്റ്റ് കൺഫ്രണ്ടേഷനാണ്. ഡയറക്റ്റ് ഒളിച്ചും പറഞ്ഞ ഒരാളില്ലാത്ത അപ്പുറം ഇരുന്നിച്ച് പറയും, ഇപ്പുറം എന്നിട്ട് പറയും, ഒന്നുമല്ല. നിങ്ങൾക്ക് എന്തെങ്കിലും പോയിന്റ് ഉണ്ടോ കൊണ്ടുവരും കുര്യാച്ചൻ ചെളിക്കര, നമുക്ക് സംസാരിക്കാം. മറച്ചു വെച്ചൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ഒരു തട്ടിപ്പുമില്ല ഇവിടെ. 100% ഇത് ബോധ്യപ്പെട്ടിട്ടാണ് ഈ ലൈവിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ കഷ്ടാനുഭവിച്ച ശുശ്രൂഷകൾ എന്തിനാണ് നടത്തുന്നത് നിങ്ങൾക്ക് മനസ്സിലായിക്കോണല്ലോ. ഇപ്പൊ കുര്യാച്ചൻ ചെളിക്കര ഇന്റർവ്യൂ ചെയ്തുകൊണ്ടാണ് ഇത്രയും ഒരു എക്സ്പ്ലനേഷൻ കാട് കയറിപ്പോയത്. അതിൽ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എന്നോട് ക്ഷമിക്കുക. കാട് കയറിപ്പോയതിന്റെ കാരണം ഇങ്ങനൊരു ഇടപെടൽ വന്നതുകൊണ്ടാണ്. അത് നിങ്ങൾ ദയവായി ക്ഷമിക്കുക. അപ്പം നമ്മൾ നോയമ്പിലേക്ക് പ്രവേശിക്കുകയാണ്. നിങ്ങൾ നോയമ്പ് എടുക്കാൻ ശ്രദ്ധിക്കുക. പലരും അത് പല എക്സ്പ്ലനേഷനൊക്കെ കൊണ്ടുവരും. പക്ഷേ ഇത് നമ്മുടെ പിതാക്കന്മാർ എടുത്തതും അവർ നിഷ്കർഷിച്ചതുമായ നോയമ്പാണ്. ഇത് സമാധാനത്തിൻ്റെതാണ്, ഇത് അനുരഞ്ജനത്തിൻ്റെതാണ്, ഇത് അനുഗ്രഹത്തിൻ്റെതാണ്. നിശ്ചയമായും ഈ നോയമ്പ് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. പരിശുദ്ധ നോയമ്പേ സമാധാനത്താലെ വരിക. പരിശുദ്ധ നോയമ്പേ സമാധാനത്താലെ വരിക. നോയമ്പ് വലിയ ആയുധമാണ്. ഈ നോയമ്പിനാൽ മോശയും ഏലിയാവും നോയമ്പെടുക്കുകയും ആകൽ ക്രിസ്തുവായ യേശു കർത്താവ് ജയിക്കുകയും ചെയ്തത് നോയമ്പാണ്. ഇതിശക്തമായ ഫലപ്രദമായ ആയുധമാണ്.
ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ വ്യക്തിപരമായും കുടുംബമായും ഇടവകയായും ആയുധമണിയുവാൻ ആണ് എഫേസ്യർ പറയുന്നത്. എന്താണ്? സർവായുധ വർഗം ധരിക്കുക. ആത്മാവിന്റെ വാള്, സമാധാന സുവിശേഷത്തിന്റെ ഒരുക്കമാകുന്ന പാദരക്ഷകൾ, വിശ്വാസം എന്ന പരിച, ദൈവവചനം എന്ന ആത്മാവിന്റെ വാള്, രക്ഷയുടെ ശിരസ്ത്രം. അപ്പൊ ഇങ്ങനെ സർവായുധ വർഗം, സത്യം എന്ന ബെൽറ്റ് അരയ്ക്ക്, ഇതൊക്കെ കെട്ടുവാനുള്ള ഏറ്റവും മികച്ച അവസരമാണ്. നമ്മുടെ ആയുധങ്ങൾ പുനഃപരിശോധിക്കുവാൻ, ആയുധങ്ങളുടെ പണിക്കുറ്റം തീർക്കുവാൻ സർവായുധ വർഗം ധരിച്ച് ദുഷ്ടനായ ശത്രുവിന്റെ മുമ്പിൽ ഈ പോർക്കളത്തിൽ നിൽക്കുവാൻ ഓരോ വിശ്വാസികളെയും വ്യക്തിപരമായി, കുടുംബങ്ങളായി, സഭയായി, ഇടവകയായി ഒക്കെ ശക്തിപ്പെടുത്തുന്ന ഈ സീസൺ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ സീസണാണ് നമ്മുടെ സ്പിരിച്വൽ ലൈഫിലെ. അപ്പൊ അത് നിങ്ങൾക്ക് ഈ നോയമ്പ് ഒരു അനുഗ്രഹമായി തീരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. സ്വർഗദൂതർക്കുടയവനേ, അവരാൽ മഹത്വപ്പെടുന്നവനേ, വന്ദനമോടെ നിനക്കു സ്തുതി, പ്രാർത്ഥനകൾ കൈക്കൊള്ളണമേ. ത്രിയേകാമേകത്രയാം ഏകദൈവവുമായുള്ള പിതൃസുത പരിശുദ്ധാത്മാവാം സത്യപരനേ നിനക്കു സ്തുതി. ബലഹീനരുടെ അപേക്ഷകളും അനുതാപികളുടെ കണ്ണീരും മുൻഫലമായ കാഴ്ചകൾ പോൽ കൈക്കൊള്ളുവോനേ നിനക്കു സ്തുതി. സ്വർഗദൂതന്മാർ തന്നെ സ്തുതിയാൽ ഘോഷിക്കുന്നവനെ, ൂഴികളായവരിൽ നിന്ന് അളവില്ലാതെ നിനക്കു സ്തുതി. പിതൃസുത പരിശുദ്ധാത്മാവാം ഏകദൈവത്തിൻ പക്കൽ നിർമ്മലമായ ബോധത്താൽ സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. കുര്യച്ച കേട്ടോ? കുര്യച്ച നമ്മുടെ അപ്രയം പാടുന്നേ 4-ാം നൂറ്റാണ്ടിലെ നമ്മുടെ അപ്രയം ദ സിറിയൻ പാടി കേട്ടോ. കൊല്ലും നഞ്ചിവയായുള്ള വെള്ളിയും പൊന്നും നേടേണ്ട. ആ ഭായിമാരെ താമസിക്കുന്ന വാടകയൊക്കെ പോരെ? എന്തിനാ അധികം ഉണ്മാൻ ഉടുപ്പാനുണ്ടെ പോരെ കുര്യച്ച? കർത്താവിനെ കൂടെ നമ്മൾ എന്തിനാ വിൽക്കുന്നേ? കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട, സ്തോത്രം നാം ചെയ്തിടേണം. കൊല്ലും നഞ്ചിവയായുള്ള പൊന്നും വെള്ളിയും നേടേണ്ട നിത്യജീവൻ പ്രാപിപ്പാൻ സത്യോപദേശം കേൾക്കാം. വിശക്കുന്നവനപ്പം കൊടുക്കാം. ഈശൈസുതനെ പോൽ ദിനം 7 വട്ടം പ്രാർത്ഥിക്കാം. മോശയും ഏലിയാവും 40 ദിനം നോമ്പെടുത്തു. നമ്മുടെ കർത്താവും നോറ്റു, ആകൽ കറുസായെ ജയിച്ചു. കടൽ കൂപാമഗ്നികളിൽ രക്ഷിച്ചെന്ന പ്രാർത്ഥനകൾ ഞങ്ങളുടെ നമസ്കാരം
യാചനകൾ